Good afternoon. Hello, good afternoon. നിങ്ങൾ മിണ്ടാതെ ഇരിക്കുകയാണോ ഇവിടെ? പറഞ്ഞോ. Good afternoon, ma'am. Good afternoon. Good afternoon. ഓക്കെ, ഇപ്പൊ നിങ്ങളുടെ പോർഷൻസ് ഒക്കെ ഏകദേശം തീരാറായില്ലേ? അയ്യോ, 1ഉം 2ഉം പേപ്പേഴ്സിലെ ചാപ്റ്റേഴ്സ് തീരാറായോ? തീർന്നു അല്ലേ? തീരാറായി. ഓൾമോസ്റ്റ് അതിന്റെ ലാസ്റ്റ് ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. നാളത്തെ കൊണ്ട് എല്ലാവരുടെയും തീർക്കും. നമ്മളിപ്പോ തീർക്കും. അപ്പൊ എല്ലാവർക്കും നല്ല രീതിയിൽ ആ 1ഉം 2ഉം ചാപ്റ്റേഴ്സിൽ നിങ്ങൾക്ക് തന്നിരിക്കുന്ന മോക്ക് ടെസ്റ്റുകളുടെ ക്വസ്റ്റ്യൻസ്, എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ടെങ്കിൽ അത് ചില ചാപ്റ്റേഴ്സിന്റെ ഒക്കെ ചിലർ തന്നിട്ടുണ്ടാകും, ചിലത് ഉണ്ടാവില്ല. അങ്ങനെ പ്രത്യേകിച്ച് നോട്ട് ചെയ്ത് തരണ്ടാത്തതുണ്ടെങ്കിൽ അങ്ങനെ തന്നിട്ടുണ്ടാവില്ല. അപ്പൊ അതും പിന്നെ മാത്രമല്ല നിങ്ങൾ സ്വന്തമായിട്ടും ഓരോ ചാപ്റ്റേഴ്സ് എടുത്ത് 2ഉം 3ഉം പ്രാവശ്യമൊക്കെ വായിച്ച് മനസ്സിലാക്കി. ഇന്നിപ്പോ എല്ലാം കൂടിയും കൂട്ടി വെച്ചിട്ട് എക്സാമിന്റെ 2 ദിവസം മുമ്പ് സ്റ്റഡി ലീവ് ഉണ്ട്. അപ്പൊ ഇന്ന് പഠിക്കുമ്പോഴൊക്കെയാണ് ഈ കുറെ ബുദ്ധിമുട്ട് വരണേ. ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾക്ക് എന്താ പറയാ 100 200 മാർക്കിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇങ്ങനെ ലെങ്തി ആൻസേഴ്സ് ഒക്കെ എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണെങ്കിൽ എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ച് നമുക്ക് നല്ല മാർക്കൊക്കെ വായിക്കാം. പക്ഷെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസിന്റെ പ്രത്യേകത ഒരു മാർക്ക് ഒരെണ്ണം തെറ്റിയാൽ ആ 1 മാർക്ക് അങ്ങനെ തന്നെ പോയി. മറ്റേത് 1 മാർക്കിന്റെ ക്വസ്റ്റ്യനെങ്കിൽ ടീച്ചർമാരിങ്ങനെ 1/2 മാർക്ക് അല്ലേ 3/4 മാർക്ക് ഒക്കെ തോണ്ടിയിടും. പക്ഷെ ഇത് അങ്ങനത്തെ ഒരു ഓപ്ഷനുള്ള കാര്യമല്ല. നമ്മുടെ PSC എക്സാംസും അങ്ങനെയുള്ള ഇതുപോലെയുള്ള എക്സാംസും ഒക്കെ അപ്പൊ ഒബ്ജക്റ്റീവ് ടൈപ്സ് ആണ്. അപ്പൊ അതിന് അതിൻ്റെതായ രീതിയിൽ നിങ്ങൾ പഠിക്കേണ്ടി വരും. കുറച്ച് സ്ട്രെയിൻ ചെയ്യണം. നമ്മൾ എന്തായാലും നമ്മളൊരു കാര്യത്തിന് വേണ്ടി തുടങ്ങിയിറങ്ങിയില്ലേ, ഇനിയിപ്പോ അത് കംപ്ലീറ്റ് ആകുന്നത് വരെ കുറച്ച് നമ്മൾ അതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കേണ്ടി വരും. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തുക. ഇത്രയും നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞ ഒരു ബെനിഫിറ്റ് കിട്ടിയിരിക്കുന്നതേ, നമ്മളുടെ നേരത്തെ ആണെങ്കിലും ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് മൊഡ്യൂളിൽ മൊത്തത്തില് 36 ചാപ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. 36 ചാപ്റ്റേഴ്സ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് മൊഡ്യൂളുകളിൽ ഉണ്ടായിരുന്നേ. അപ്പൊ ഇപ്പൊ അതിൽ നിന്നൊരു 3-4-5 എണ്ണമൊക്കെ ശരിക്കും മാറി ഒരു 5-6 ചാപ്റ്റേഴ്സ് ആയിട്ട് കുറച്ചിട്ടുണ്ട്. അത് അടുത്ത മൊഡ്യൂൾ പേപ്പേഴ്സിലേക്കാണ് പോയിരിക്കുന്നത്. ഇപ്പൊ സിലബസിൽ ആ ഒരു ചേഞ്ച് കൊണ്ടുവന്നപ്പോ അപ്പൊ അത്രയും കുറച്ച് ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് ഇപ്പൊ പഠിക്കാനുള്ളത് മുന്നുള്ള എന്താ പറയാ ബാച്ചുകാരെയൊക്കെ വെച്ച് നോക്കുമ്പോ. അപ്പൊ അത്രയും ഒരു കുറച്ച് കൂടുതൽ ഒരു ഇത് കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക്. അത്രയും കുറച്ച് നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ എന്നുള്ള കാര്യം കൂടി ഉണ്ട്. 2 ചാപ്റ്റേഴ്സ് ചെയ്യാത്തത് ഉള്ളൂ എന്നാ 2ലും കൂടിയാണ്. 2 ചാപ്റ്റേഴ്സ് മാറ്റിയിട്ടുള്ളോ? അല്ലല്ലോ. ഫസ്റ്റും സെക്കൻഡും കൂടി കൂട്ടിയിരുന്ന 2 ചാപ്റ്റേഴ്സ് അല്ലല്ലോ മാറ്റിയിരിക്കുന്നത്. ചാപ്റ്റർ തീർന്നത് 2 ചാപ്റ്ററാണ്. അല്ല, അത് പഠിപ്പിച്ചതില് 2 ചാപ്റ്റേഴ്സ് ഇല്ലാത്തുള്ളൂ. ഇതുവരെ പഠിപ്പിച്ചതില് 2 ചാപ്റ്റേഴ്സ് ഇല്ല ഈ മോഡ്യൂളില് എക്സാമിന്. ഡിസ്ചാർജ് പ്രോസസ്സും പിന്നെ ഏതായിരുന്നു നേഴ്സിംഗ് അഡ്മിനിസ്ട്രേഷനോ ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ് ട്രാൻസ്ഫർ ഓഫ് പേഷ്യൻസും ഡിസ്ചാർജ് പ്രോസസ്സും. ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ് ആരാ എടുത്തത്? അശ്വതി മിസ്സും പിന്നെ ട്രീസ മിസ്സും. ട്രാൻസ്ഫർ ഓഫ് പേഷ്യൻസ് എടുത്തത് ട്രീസ മിസ്സും പിന്നെ ഡിസ്ചാർജ് പ്രോസസ് എടുത്തത് അശ്വതി മിസ്സും അല്ലെ. അതായത് നമ്മള് ഈ മൊഡ്യൂളുകളിൽ എടുത്ത് തീർക്കേണ്ട ചാപ്റ്റേഴ്സ് പകരം മറ്റേതിലെ എടുത്ത് നേരത്തെ തീർത്തുപോയി. അപ്പൊ അങ്ങനെ വന്നപ്പോഴാണ് ഇപ്പൊ ഈ ഒരു കൺജഷൻ ആയിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് നമുക്ക് കൺജസ്റ്റഡ് ആയിട്ട് നമുക്ക് ഈ ഒരു ചാപ്റ്റേഴ്സ് തീർക്കേണ്ടി വരുന്നേ. അപ്പൊ അടുത്ത മൊഡ്യൂളുകളൊക്കെ വരുമ്പോ ഇനി അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പൊ അതിന് മുമ്പ് നമ്മൾ ഇത്തരം കാര്യങ്ങൾ നേരത്തെ അറിഞ്ഞതൊക്കെ നന്നായി. അപ്പൊ ചാപ്റ്റേഴ്സ് ഒക്കെ ഏകദേശം തീർക്കാനാണ് എല്ലാവരും കൂടി തീർത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ ഡ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ പറഞ്ഞത് ഇതാണ്. നിങ്ങൾ നന്നായിട്ട് അതൊക്കെ പഠിച്ച് നല്ല രീതിയിൽ പരീക്ഷ കൊടുക്കുക. ടെൻഷനൊന്നും ആവേണ്ട ആവശ്യമില്ല. വളരെ സാവധാനത്തിൽ നിങ്ങൾ ഓരോന്നും മനസ്സിലാക്കി പഠിച്ച് കിട്ടുന്ന സമയം നിങ്ങൾക്ക് സ്റ്റഡി ലീവ് തന്നിട്ടുണ്ട്. അപ്പൊ അതനുസരിച്ച് നിങ്ങൾ ആകുക. പിന്നെ എക്സാംസിന് വേണ്ടിയിട്ടുള്ള ഒരു ഫൈനൽ എക്സാംസിലേക്ക് വേണ്ടിയിട്ട് നിങ്ങളെ പ്രിപ്പയർ ചെയ്യിപ്പിക്കുന്നതാണ് ഈ എക്സാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് അതായത് ഒറ്റയടിക്ക് നമ്മൾ ഫൈനൽ എക്സാം നിങ്ങൾ അറ്റൻഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു പേടിയും മറ്റു കാര്യങ്ങളൊക്കെ ഇല്ലാതാക്കാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ നടത്തുന്ന എക്സാം ആണ് 1 and 2 പേപ്പേഴ്സിന്റെ മാത്രമുള്ള എക്സാം, 3rd and 4th പേപ്പേഴ്സിന്റെ മാത്രമുള്ള എക്സാംസ് ആയിട്ട്.
ഫൈനൽ എക്സാമില് നിങ്ങൾ അപ്പോഴേക്കും നിങ്ങൾ എന്ത് ചെയ്ത് പരീക്ഷയൊക്കെ എഴുതി കുറച്ചുകൂടിയൊക്കെ നല്ല രീതിയിൽ ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കും. പരീക്ഷയെ കുറിച്ചിട്ടും മറ്റു കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരാന്നുള്ളതൊക്കെ മനസ്സിലാക്കി എടുക്കാൻ കൂടി വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് അതിൻ്റെതായ സീരിയസ്നെസ്സോട് കൂടി തന്നെ എക്സാംസ് എഴുതാനായിട്ടും അത് കൊടുക്കാനായിട്ടൊക്കെ ശ്രദ്ധിക്കുക. ആരും പരീക്ഷ എഴുതാതിരിക്കരുത്. മാക്സിമം നമുക്കിപ്പോ നമ്മുടെ ഒരു യൂണിവേഴ്സിറ്റി എക്സാംസ് ഒക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലല്ല ഈ എക്സാമിന്റെ മാർക്കൊന്നുമല്ല ഇന്റേണൽ മാർക്കിന് കൺസിഡർ ചെയ്യുന്നത്. ഫൈനൽ എക്സാംസിൽ നിങ്ങൾക്ക് ഫൈനൽ എക്സാമിൽ കിട്ടുന്ന മാർക്കിന്റെ പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള മാർക്കാണ് ഇന്റേണൽ മാർക്കായിട്ട് കൺസിഡർ ചെയ്യുക. അതിന് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് ഫൈനൽ എക്സാംസ്. അപ്പൊ നിങ്ങൾ കിട്ടുന്ന സമയം ടൈം ഈ ഉച്ചയ്ക്ക് ശേഷമായിരിക്കും. 2 to 3:30 ആയിരിക്കാം എക്സാംസ്. അതൊക്കെ നിങ്ങൾക്ക് തരും. അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇൻഫോം ചെയ്യും. എക്സാം സ്കിപ്പ് ചെയ്യാതിരിക്കാനായിട്ട് പരമാവധി ശ്രമിക്കുക. നിങ്ങൾ മാക്സിമം നമ്മൾക്ക് അത് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി ഒട്ടും പറ്റാത്ത ആൾക്കാരാണെങ്കിൽ മാത്രമാണ് അതിൽ നിന്ന് മാറി നിൽക്കുള്ളൂ. എങ്കിലും നിങ്ങൾ എക്സാം ചെയ്യേണ്ടി വരും. അതിന് എന്തായാലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് പരമാവധി നമുക്ക് ആ എക്സാം പറയുന്ന സമയത്തിന് അറ്റൻഡ് ചെയ്യാനായിട്ടൊക്കെ ശ്രമിക്കാം. ഒരു എക്സ്പീരിയൻസ് കൂടിയാണ്. ഓക്കെ. ടൈം ടേബിൾ തന്നു 2 to 3:30 എന്നല്ലേ ഞാൻ പറഞ്ഞതുപോലെ തന്നെയാണ്. ടൈം ടേബിൾ ഒക്കെ ഓൾറെഡി പ്രൊവൈഡഡ് ആണ്. കുറെ ഒന്നും നിങ്ങൾ പലരും അറിയുന്നില്ല എന്ന് തോന്നുന്നു അല്ലെ? എക്സാമിന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താ പറയാ എക്സാം ചിലപ്പോ ബൈ ചാൻസ് ഏതെങ്കിലും ആളുകൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതിനുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പൊ ബാക്കിയുള്ളവര് പരമാവധി നമ്മളത് സ്കിപ്പ് ചെയ്യാതെ ചെയ്യാനായിട്ട് എക്സാം കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അത്രേ ഉള്ളൂ. ക്ലാസ് റൂമിൽ അതിനുള്ള ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്നാണ് തോന്നുന്നത്. നമ്മൾ വെറുതെ പറഞ്ഞ് കുറച്ച് നേരങ്ങളായിട്ട് ആവശ്യമില്ല. ഓക്കെ. അപ്പൊ ഒന്നുകൂടി അത്തരം എക്സാംസിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് കാണുക. കേൾക്കുക. എന്താണൊക്കെ ചെയ്യുന്നത് എന്ത് ചെയ്യാ ഒന്ന് ശ്രദ്ധിക്കാം. ഓക്കെ. ഓക്കെ. അപ്പൊ ഇനി നമ്മൾ എടുക്കാനുള്ളത് എന്താണ് പറഞ്ഞത്? കുറച്ച് സ്പീഡ് കൂട്ടണമെന്നാണ്. പറഞ്ഞോ. ഞാനത് ഇവിടെ മ്യൂട്ട് ചെയ്തിട്ടില്ല. മ്യൂട്ട് ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ. പെട്ടെന്ന് പറയേ. ഓക്കെ. സ്പീഡ് കൂടുതലാണ് എന്ന് നിങ്ങൾ പറഞ്ഞത് കൊണ്ട് മാത്രം കാര്യമില്ല. ഇവിടെ നമ്മൾ ഓരോ ക്ലാസ്സിലും ഓരോ കാര്യവും ചോദിക്കുമ്പോ നമ്മള് അതിന്റെ ഇത്ര ഭാഗം അല്ലെങ്കിൽ ഒരു ഇച്ചിരി ഭാഗം എടുത്തിട്ട് നിങ്ങൾക്ക് ഇത് മനസ്സിലായോ, ആ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായോ, ഒന്ന് വായിച്ചു നോക്കുക, അതിനകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയൂ എന്നൊക്കെ നമ്മൾ ഇവിടെ ഇരുന്ന് പറയണില്ലേ വാദോരാതെ. സ്പീഡ് എന്ന് പറയുന്നത് നമുക്ക് ചില കാര്യങ്ങളിൽ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മളിപ്പോ ഇങ്ങനെ പഠിപ്പിച്ച ഒരു ഫ്ലോയിൽ വരുമ്പോ ഓട്ടോമാറ്റിക്കലി അത് എങ്ങനെയായി പോകും. പക്ഷെ വൺസ് അല്ല, ട്വൈസ് അല്ല, ത്രൈസ് 3 പ്രാവശ്യം വരെയൊക്കെ ഒരേ കാര്യം തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട്. പിന്നെന്താ ഇത്ര നിങ്ങൾക്ക് സ്പീഡാന്ന് പറയാൻ കാരണം എനിക്ക് മനസ്സിലാകുന്നില്ല. നമ്മൾ പറയുന്ന കാര്യം നിങ്ങൾക്ക് ഗ്രഹിക്കാൻ പറ്റണ്ട നോക്കുക. എന്നിട്ട് ആ പറയുന്ന കാര്യങ്ങൾ നമ്മൾ തന്നിരിക്കുന്ന PDF നോട്ടിലെ കാര്യങ്ങൾ തമ്മിലൊന്ന് നമ്മളും സ്വന്തമായിട്ട് പഠിച്ചു നോക്കണം. നമ്മളെല്ലാം നമ്മളിലേക്ക് ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ചു തരണമെങ്കിലേ ഈ പറയുന്ന 6 months കോഴ്സ് എനിക്ക് തോന്നുന്ന ഒരു 1.5 year കോഴ്സ് ആയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് വരും അല്ലെ? ഇത്രയും സമയം കൊണ്ട് നമുക്ക് തീരില്ല. ഓക്കെ. മനസ്സിലാകാത്ത പോയിന്റ് എടുത്തു പറയാനായിട്ട് ഞാൻ പറയുന്നുണ്ട് നിങ്ങളോട്. ഏത് ഭാഗമാണ് മനസ്സിലാകാത്തത്? ഗായത്രി പ്ലീസ് ഒന്ന് സംസാരിക്കുമോ? ഗായത്രിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഗായത്രി ഇവിടെ ഞാൻ മ്യൂട്ട് ചെയ്തിട്ടില്ല. പ്ലീസ് ഒന്ന് കാര്യം എന്താന്ന് വെച്ചാൽ പറയൂ. എവിടെ ഗായത്രി? മാം പഠിപ്പിക്കുമ്പം ഭയങ്കരമായ സ്പീഡാണ്. അപ്പോൾ നമുക്കത് പെട്ടെന്ന് ക്യാച്ചപ്പ് ചെയ്യാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പൊ എനിക്ക് മാത്രമല്ല പലവർക്കും അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. ഞങ്ങൾക്കിടയിൽ അത് സംസാരം വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അതായത് ഞാൻ ചോദിക്കുന്നത് ഏത് രീതിയിലാണ് നിങ്ങൾക്ക് മനസ്സിലാകാത്ത കാര്യമാണോ പറയുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. സ്പീഡ് കൂടുന്നതും അതുപോലെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകാത്തതുമായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അപ്പൊ തന്നെ നമ്മൾ ചോദിക്കണ്ടല്ലോ ക്ലാസ്സില്. ഇല്ലേ ഗായത്രി? ഞാൻ ചോദിക്കല്ലേ നിങ്ങളോട്. അല്ലാതെ ഞാൻ ഇവിടെ വന്നിരുന്ന് ഇത് മാത്രം ഇങ്ങനെ വെറുതെ ഇതിനകത്തുള്ള കാര്യം ഇങ്ങനെ വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലോ. ഇടയ്ക്ക് ചോദിക്കുന്നില്ലേ അത് കിട്ടിയോ, അത് മനസ്സിലായോ, അത്രയും പറഞ്ഞ് നോക്കിയാണോ ഞാൻ ചോദിക്കുന്നില്ലേ? വേറെ ആർക്കും മറുപടി ഇല്ല പറയാൻ?
ആരെങ്കിലും ഇല്ല മറുപടി പറയാൻ? സ്പീഡ് കൂടുതലല്ല, ഇപ്പം കുറെ അധികം കാര്യങ്ങൾ ഇങ്ങനെ പറയും. മീൻസ് ഇപ്പം റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട്. അങ്ങനെയല്ല, കുറെ ഇങ്ങനെ പറയുമ്പോ ചിലപ്പം ചില സമയത്ത് ആ കറക്റ്റ് മീനിങ് നമുക്ക് കിട്ടാതെ വരും. അപ്പൊ അങ്ങനെ സ്പീഡ് പഠിപ്പിക്കുന്നല്ല പറയുന്നത്, കുറെ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തിങ്ങനെ അങ്ങനെ തോന്നുന്നു. അതാ എനിക്ക് അങ്ങനെയാ തോന്നിയിരിക്കുന്നത്. അപ്പൊ നമ്മള് കൂടുതൽ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണ്ട എന്നായിരിക്കും ഉദ്ദേശിച്ചേക്കണേ. എനിക്ക് അങ്ങനെ തോന്നി. ഒത്തിരി എക്സ്പ്ലനേഷൻ പോലെ എനിക്കറിയില്ല മിസ് എങ്ങനെ എടുക്കുമെന്ന്, അതങ്ങനെ തോന്നിയത്. അപ്പൊ അതിന്റെ അത്രയും എക്സ്പ്ലനേഷന്റെ ആവശ്യമില്ല നമുക്ക്, അല്ലെ? മിസ് റിപ്പീറ്റ് പറയുന്നൊക്കെ ഉണ്ട്. അത് പറയുന്നുണ്ട്. അപ്പൊ ഒത്തിരി എക്സ്പ്ലനേഷൻ ആകുമ്പം ചിലപ്പോ കറക്റ്റ് മീനിങ് കുറെ ഇങ്ങനെ കേൾക്കുമ്പോ ഇങ്ങനെ കിട്ടാതെ വരും. എക്സ്പ്ലനേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ നമ്മൾ പറയുന്ന ഒരു പോയിന്റിനെ സംബന്ധിക്കുന്ന ചില എക്സാമ്പിൾസ് ആയിരിക്കാം. അത് ഒത്തിരി കൂടുതലാണെന്ന് പോലെ തോന്നുന്നു. നിങ്ങൾക്ക് എക്സാമ്പിൾ പറയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മള് എക്സാമ്പിൾ മനസ്സിലാക്കാനാ. അത് എടുക്കേണ്ട കണക്കില് നമുക്ക് ടോപ്പിക്കിലുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പൊ അതിനാണ് മനസ്സിലായോ എന്ന് ചോദിക്കണേ. അപ്പൊ മനസ്സിലായപ്പോ ടീച്ചറെ ഇന്ന പോയിന്റ് മനസ്സിലായില്ല, അത് പറയുമ്പോ അത് കൂടുതലായിട്ട് ഇങ്ങനെ എക്സ്പ്ലനേഷൻ ഉള്ളത് പോലെ അങ്ങനെയാ ഫീൽ ചെയ്യുന്നത്. ആണോ? അപ്പൊ ഇങ്ങനെ കുറെ ഇങ്ങനെ പറയുമ്പോഴത്തേക്കിനും ഒരു എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നുന്നത്. ആണോ? അത് ഞാൻ കൈകാര്യം ചെയ്യാം. എക്സ്പ്ലനേഷന്റെ കാര്യം എന്റെ പോർഷൻ എനിക്ക് പെട്ടെന്ന് തീർക്കാൻ പറ്റും. എക്സ്പ്ലനേഷൻ അധികം ഇല്ലായെങ്കിൽ അങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാം. ഓക്കെ, ഇറ്റ്സ് ഓൾ റൈറ്റ്. പറഞ്ഞത് നന്നായി. ഓക്കെ, ഇനി എന്തെങ്കിലും ഇപ്പൊ ഈ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതിൽ എന്തെങ്കിലും മനസ്സിലാകാനുണ്ടോ? അങ്ങനെയാണെങ്കിൽ പറയും. കഴിഞ്ഞ ക്ലാസ്സില് ഫാർമസി എന്ന് പറയുന്ന ചാപ്റ്റർ തുടങ്ങിയപ്പോഴായിരിക്കാം നിങ്ങൾക്ക് ഈ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്തത്. എന്തുകൊണ്ടാണെന്ന് പറയാം ഞാൻ, അതിന് മറുപടി ഞാൻ പറയാം. ഓക്കെ ആണോ? ആ സമയത്താണോ നിങ്ങൾക്ക് ആ ഒരു ഫീൽ ചെയ്തേ? ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് ഹോസ്പിറ്റലിൽ എടുത്തപ്പോ നിങ്ങൾക്ക് ആ ഒരു പ്രശ്നം തോന്നിയോ? അതെ, ഈ ഫാർമസി അത് കുഴപ്പമില്ലായിരുന്നു. ഇത് എടുത്തപ്പോ അന്ന് ആ ദിവസം തൊട്ടാ ഇത് തുടങ്ങിയപ്പോ തൊട്ട് ഫാർമസി അതല്ലേ പറഞ്ഞേ? കഴിഞ്ഞ ക്ലാസ്സിൽ മാത്രമേ അങ്ങനെ പ്രശ്നമുള്ളൂ. എന്തോ കഴിഞ്ഞ ക്ലാസ് എടുത്തില്ലേ ഫാർമസി? കഴിഞ്ഞ ക്ലാസ് എടുത്തില്ലേന്ന്? ഓക്കെ ഓക്കെ. അന്ന് മാത്രമേ ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുള്ളൂ. ഓക്കെ ഓക്കെ. കഴിഞ്ഞ ലാസ്റ്റ് ഡേയിൽ ഞാൻ കഴിഞ്ഞ ക്ലാസ്, അതായത് മീൻസ് തിങ്കളാഴ്ച അല്ലേ, അല്ലല്ലോ തിങ്കളല്ലോ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഏതോ എടുത്ത ഒരു ക്ലാസ്സിലാണ് ബുദ്ധിമുട്ട് തോന്നിയതെന്ന്. അതിന്റെ ഉത്തരം ഞാൻ പറഞ്ഞോട്ടെ? ഓക്കെ, ഞാൻ പറയാം അതിന്റെ ഉത്തരം. ഈ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഇൻ എ ഹോസ്പിറ്റൽ, അല്ലെങ്കിൽ ഹോസ്പിറ്റലുകളുടെ മറ്റ് ഡിപ്പാർട്ട്മെന്റുകൾ നമ്മൾ പഠിക്കുന്നുണ്ട്. ഇപ്പൊ എന്താ പറയാ, കാർഡിയോളജി അല്ലെങ്കിൽ CSSD, അതുപോലെ ലേബർ റൂം, ഇതൊക്കെ പഠിക്കുമ്പോൾ ഒരു പ്രത്യേകത ഉള്ളത് എന്താന്ന് വെച്ചാലേ, അത്തരം ഡിപ്പാർട്ട്മെന്റുകൾ നമ്മൾ പഠിക്കുമ്പോഴേ ആ ഡിപ്പാർട്ട്മെന്റുകളെ നമുക്ക് കണക്ട് ചെയ്ത് പറയാൻ പറ്റുന്ന ഡിസീസസ്, രോഗങ്ങള്, അവിടെ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റുകള്, അവിടെ എന്തൊക്കെ പ്രൊസീജിയേഴ്സ് നടക്കുന്നു എന്നൊക്കെ നമുക്ക് കണക്ട് ചെയ്ത് പറയാൻ പറ്റും. എന്നാൽ ഫാർമസി എന്ന് പറയുന്ന ചാപ്റ്റർ നമുക്ക് അത്രയും അങ്ങോട്ട് എന്താ പറയാ, അവിടെ നടക്കുന്ന കാര്യങ്ങൾ, നമ്മൾ സാധാരണ ഫാർമസിയെ കണ്ടിരിക്കുന്നത് മരുന്ന് വാങ്ങിക്കുന്ന സ്ഥലം മാത്രമായിട്ടാണ്. മറ്റു കാര്യങ്ങളൊന്നും നമുക്ക് അവിടുത്തെ അറിയില്ലായിരുന്നു. എന്നാൽ നമുക്ക് ഇതൊക്കെ ഒരു പുതിയ അറിവാണ്. അവിടെ ഡ്രഗ്സ് ഡിസ്പെൻസ് ചെയ്യുക മാത്രമല്ല, പർച്ചേസ് ചെയ്ത് കൊണ്ടുവന്ന് വയ്ക്കുക മാത്രമല്ല, അതല്ലാതെ ഒരുപാട് കാര്യങ്ങൾ ഒരു ഫാർമസിയിൽ നടക്കുന്നുണ്ട്. അപ്പൊ അത് അവിടെ നടക്കുന്ന ആക്ടിവിറ്റീസ്, ആ ഫാർമസി കീപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകുന്ന ചീഫ് ഫാർമസിസ്റ്റ്, അവരുടെ കാര്യങ്ങള്, അവരെന്തൊക്കെയാണ് അവിടെ ഫങ്ഷൻ ചെയ്യുന്നത്, എന്തൊക്കെ പ്രൊസീജിയേഴ്സ്, എന്തൊക്കെയാണ് ഫാർമസിയുടെ ലക്ഷ്യങ്ങൾ, ഇതൊക്കെ എന്ന് പറയുന്നത് ഒരു തിയററ്റിക്കൽ മാത്രമായിട്ടുള്ള കാര്യങ്ങളാണ്. അത് നമ്മൾ എന്ത് ചെയ്യണം? വായിച്ച് മനസ്സിലാക്കി വെക്കണം. ഇത് പറയുന്നത് കേട്ടതുകൊണ്ട് മാത്രം നമുക്കത് പഠിച്ചു പോകാൻ പറ്റില്ല.
നമ്മൾ ഇപ്പൊ ഒരു മാത്സും സോഷ്യലും പഠിക്കുന്ന രീതിയിലായി പോയി. അതായത് നമ്മുടെ ഡിപ്പാർട്ട്മെന്റുകളൊക്കെ പഠിച്ചപ്പോ എന്താ പറയാ, കാര്യം മനസ്സിലാക്കി വെച്ചു, ഇന്ന ഡിപ്പാർട്ട്മെന്റ് ഇന്നതുമായി കണക്റ്റഡ് ആണ്, നമുക്ക് അങ്ങനെ മനസ്സിലാക്കി വെക്കാൻ പറ്റും. പക്ഷെ സോഷ്യൽ പഠിക്കുമ്പോൾ എന്താണ്, കുറെ നമ്മൾ വായിച്ച് നമ്മൾ തന്നെ സ്വന്തമായിട്ട് കുറെ കാര്യങ്ങൾ ഏതെങ്കിലും ഒരു പാറ്റേണിൽ നമ്മളത് എന്താ പറയാ മനസ്സിലാക്കി വെക്കണം, അതായത് പഠിച്ചു വെക്കണം. ചിലപ്പോ ചില ആളുകൾ ഇങ്ങനെ ലെറ്റേഴ്സിന്റെ ചില വേർഡ്സ് അല്ലെങ്കിൽ സെന്റൻസുകൾ ലെറ്റർ ഫോമിലയുടെ കുറിപ്പുകളൊക്കെ ആയിട്ട് തയ്യാറാക്കിയൊക്കെ വെച്ചിട്ടൊക്കെയാണ് സോഷ്യലൊക്കെ പഠിക്കുക. അപ്പൊ ഈ രണ്ട് രീതിയിലുള്ള വ്യത്യാസങ്ങള് ചില ടോപ്പിക്സിന്, ഇനി ഞാൻ വീണ്ടും പറയാം, ഇതേപോലെയുള്ള ചാപ്റ്റേഴ്സുകളാണ് ഇനി വരുന്ന അടുത്ത 3rd and 4th മൊഡ്യൂളുകളിലുള്ളത്. ആൻഡ് വിതിൻ 3 months, അതായത് 3 മാസം കൊണ്ടാണ് നമ്മൾ ഈ 1st and 2nd മൊഡ്യൂളുകൾ തീർത്തത്. ബാക്കിയുള്ള അത്രയും സമയം തന്നെ ഉള്ളൂ നമുക്ക് അടുത്ത മൊഡ്യൂളുകൾ തീർക്കാൻ, അടുത്ത പേപ്പേഴ്സ് തീർക്കാൻ. മാത്രമല്ല അതിനകത്തുള്ളത് കുറെ ലെങ്തി ചാപ്റ്റേഴ്സും ആണ്. അപ്പൊ ഇതുപോലെ നമ്മൾ ഇങ്ങനെ പതുക്കെ വലിഞ്ഞിട്ട് പോകാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഒരു കാര്യം പറഞ്ഞോട്ടെ, ഓവർ എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞ ഇപ്പം ഈയിടെ ഔട്ട്ഡേറ്റഡ് ഡ്രഗ്സും പിന്നെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ഡ്രഗ്സിനെ കുറിച്ച് പറഞ്ഞപ്പോ അതിനെ മിസ് പഠിപ്പിച്ച് ഞങ്ങൾക്കത് ഔട്ട്ഡേറ്റഡ് മനസ്സിലായില്ലായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ് ആരും ഡൗട്ട് ചോദിച്ചപ്പോ മിസ് അന്നേരം പറഞ്ഞു ഔട്ട്ഡേറ്റഡ് ഡ്രഗ്സ് എന്ന് പറയുന്നത് ഇപ്പം നിലവിൽ ആ മരുന്നില്ല. അപ്പൊ അന്നേരം അങ്ങനെ ആ ഒരു ഇത് പറഞ്ഞപ്പോൾ അന്നേരം ഞങ്ങൾക്ക് മനസ്സിലായത്. അപ്പൊ അതിന് മുന്നേ ഔട്ട്ഡേറ്റഡ് ഡ്രഗ്സ് മിസ് കുറെ പറഞ്ഞായിരുന്നു. അപ്പൊ അത്ര ക്ലിക്കായില്ല. ലാസ്റ്റ് ഇപ്പൊ ആ മരുന്ന് നിലവിലില്ലെന്ന് പറഞ്ഞപ്പം എനിക്ക് അന്നേരം മനസ്സിലായത്. ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്യാതെ പറഞ്ഞപ്പോൾ അന്നേരം ആ വേർഡ് പറഞ്ഞപ്പോ മനസ്സിലായി. അത് രാത്രി മിസ് പറഞ്ഞപ്പോ ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിട്ട് മനസ്സിലായില്ല. എന്തോ ഇപ്പൊ ആ മരുന്ന് നിലവിലില്ല, ഇല്ല, അന്ന് ഔട്ട്ഡേറ്റഡ് മനസ്സിലായി. അത് ലാസ്റ്റ് മിസ് പറഞ്ഞു, ലാസ്റ്റ് ആയിരുന്നു പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞത് ഷോർട്ട് എക്സ്പ്ലനേഷൻ പറയുമ്പോ വേഗം മനസ്സിൽ നിക്കണ, കൊറേ പറയുമ്പോ അത് മൈൻഡിൽ അങ്ങനെ നിക്കണില്ല. എനിക്കിപ്പോ കാര്യം മനസ്സിലായി. യെസ്, അപ്പൊ നമുക്ക് ഇതിന്റെ ബാക്കി ഭാഗം എടുക്കാം. നമ്മൾ എവിടെ വരെ എടുത്തത്? ഈ ഫിനാൻസ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞോ? ഹോസ്പിറ്റലിനകത്ത് ഫിനാൻസിന്റെ സോഴ്സസ് നമ്മൾ പറഞ്ഞു. എവിടെ നിന്നൊക്കെയാണ് ഹോസ്പിറ്റലില് ഫിനാൻസ് ലഭിക്കുന്നത്, ഏതൊക്കെയാണ്? അതായത് ഹോസ്പിറ്റലാകുമ്പോൾ അതിന്റെ പ്രവർത്തനങ്ങൾക്ക്, ഓപ്പറേഷൻസ്, അതിൽ നടക്കുന്ന ഫങ്ഷൻസിന് ആവശ്യമായ ഫണ്ട് വേണം. ആൻഡ് ഹൗ ഇറ്റ് ഈസ് ഒബ്റ്റെയിൻഡ്, എങ്ങനെയാണ് ആ ഫണ്ട് വരുന്നത്? പ്രൈമറി സോഴ്സ് ഓഫ് ഫണ്ട്, അതായത് ഹോസ്പിറ്റലിന്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള സോഴ്സ് എന്ന് പറയുന്നത് പേഷ്യൻസിൽ നിന്ന് കിട്ടുന്ന ചാർജ് തന്നെയാണ്. ഓക്കെ, അപ്പൊ ആ ചാർജ് ആണ് സെക്കൻഡറി. ഇനി രണ്ടാമത് പേഷ്യൻസിൽ നിന്ന് ചാർജ് ഫുള്ളായിട്ട് കിട്ടാം. ആൻഡ് the part may be obtained from third party, that means insurance company. ഇനി ഈ പേഷ്യൻസിൽ നിന്നുള്ള ഫണ്ട് അല്ലാതെ മറ്റ് ഏത് ഭാഗത്തു നിന്നാണ് അല്ലെങ്കിൽ എവിടെ നിന്നാണ് ഫണ്ട് വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെഡിക്ലെയിം ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ അത് പ്രൊവൈഡ് ചെയ്യുന്നത് ഇൻഷുറൻസ് കമ്പനിയാണ്. അതും ഹോസ്പിറ്റലിന്റെ ഫാർമസിയിൽ വരുന്ന ഫിനാൻസിന്റെ ഇൻകം ആണ്. മറ്റൊന്ന് എന്താണ്? റിസർച്ച് വർക്ക്സ്, അതായത് മറ്റ് ഹോസ്പിറ്റലുകളിൽ നിന്നോ മറ്റാളുകളോ ഹോസ്പിറ്റൽ ഫാർമസിയിൽ അവിടെ മരുന്നുകളൊക്കെ പുതിയതായിട്ടൊക്കെ കണ്ടുപിടിക്കുന്നതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും റിസർച്ചിനൊക്കെ വരുമ്പോ ആൻഡ് ഫോർ ദ പർപ്പസ് അവർക്ക് അതിന് വേണ്ടിയിട്ട് ചില ഫീസും മറ്റും ഈടാക്കുന്നുണ്ടെങ്കിൽ അതും മറ്റൊരു സോഴ്സ് ഓഫ് ഫിനാൻസ് തന്നെയാണ്. പിന്നെ ഇൻവെസ്റ്റഡ് എൻഡോമെന്റ് ഫണ്ട്, അതായത് ഹോസ്പിറ്റലിന്റെ അപ്ലിഫ്റ്റ്മെന്റിന് വേണ്ടി അല്ലെങ്കിൽ അതിന്റെ ഡെവലപ്മെന്റിന് വേണ്ടി മറ്റ് ഏതെങ്കിലും ആളുകളൊക്കെ ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടിയിട്ട് സ്പോൺസർ ചെയ്തിരിക്കുന്ന ഫണ്ടുകളാണ് എൻഡോമെന്റ് ഫണ്ട്. സോ ഇറ്റ് ക്യാൻ ബി ഓൺലി യൂസ്ഡ് ഫോർ ദാറ്റ് പർട്ടിക്കുലർ സ്പെസിഫിക് പർപ്പസ്. അത് എന്തിനു വേണ്ടിയിട്ടാണോ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ആ കാര്യത്തിന് വേണ്ടി മാത്രം ആ ഫണ്ട്, അത്തരം ഫണ്ടുകൾ ഉണ്ടെങ്കിൽ ഉപയോഗിക്കാൻ പാടുള്ളൂ. അത് മറ്റു ആളുകൾ പുറമെയുള്ള പബ്ലിക്കിൽ നിന്ന് കിട്ടുന്ന ഫണ്ടുകളാണ്. അപ്പൊ ഏതെങ്കിലും ഒരു പ്രത്യേക ഡിപ്പാർട്ട്മെന്റിന് വേണ്ടി അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേക കാര്യത്തിന് വേണ്ടി സ്പോൺസർ ചെയ്തിരിക്കുന്ന ആളുകൾ ആ ഒരു ആവശ്യത്തിന് വേണ്ടി മാത്രം ആ ഫണ്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഗിഫ്റ്റ്സ് ആൻഡ് കോൺട്രിബ്യൂഷൻസ് ഫോർ ഫങ്ഷണൽ പർപ്പസസ്. അതായത് ഹോസ്പിറ്റലിന്റെ ഓരോ ഡിപ്പാർട്ട്മെന്റുകളും ഓരോ ദിവസവും ഓരോ രീതിയിൽ ഒത്തിരി പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് അല്ലെ? ഹോസ്പിറ്റലിൽ ഒരുപാട് ചെലവുകൾ അതുമായി ബന്ധപ്പെട്ട് എന്താ പറയാ ഓപ്പറേഷൻസുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് എക്സ്പെൻസസും വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടി പല ആളുകളും ഗിഫ്റ്റുകളായിട്ടും അതുപോലെ തന്നെ കോൺട്രിബ്യൂഷൻസും ഒക്കെ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതാണ് പ്രധാനമായിട്ടും ഒരു ഹോസ്പിറ്റലിലെ ഫിനാൻസിന്റെ സോഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് നമുക്ക് ഇനി പഠിക്കാനുള്ളത് ഇതിന്റെ ലാസ്റ്റ് പേജ് മാത്രമാണ്, പ്രോബ്ലംസ് ഓഫ് ഫാർമസി സർവീസസ്. ഈ ഹോസ്പിറ്റൽസിലെ ഫാർമസി ഫേസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട പ്രോബ്ലംസ് എന്തൊക്കെയാണ്, എന്തൊക്കെ പ്രശ്നം, എന്തൊക്കെ ഡിഫിക്കൽട്ടീസ് ആണ് അവർ ഫേസ് ചെയ്യുന്നത്? പ്രധാനമായിട്ടും 6
ഡിഫിക്കൽറ്റി ആണ് അവർ ഫേസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ പിൽഫറേജ്, സെക്കൻഡ് വൺ ഔട്ട്ഡേറ്റഡ് ഡ്രഗ്സ്, മൂന്നാമത്തേത് ക്യാരിയിങ് കോസ്റ്റ്, then destruction by insects and rats, expiry drugs and shortage cost. അതായത് ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ ഫാർമസിയിൽ ഒരുപാട് ഡ്രഗ്സുകളൊക്കെ കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്ത് വെക്കുന്ന സ്ഥലമാണ്. എല്ലാം കൊണ്ടുവന്ന് ഇങ്ങനെ റാക്സിലൊന്നും വെച്ചിട്ടുണ്ടാവില്ല. അപ്പൊ അവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രഗ്സില് ഇതിന് അത് കൃത്യമായിട്ട് കേടുപാടുകളൊന്നും കൂടാതെ അല്ലെങ്കിൽ എക്സ്പയറി ഡേറ്റ് തീർന്നു പോകുന്നതിന് മുമ്പ് ഡിസ്പെൻസ് ചെയ്യണം എന്നൊക്കെ ഉള്ള ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയാണ് കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്ത് വെച്ചത്. പക്ഷേ എന്നാലും എത്രയൊക്കെ ഇവർ കൺട്രോൾ ചെയ്യൂന്ന് വിചാരിച്ചാലും there may be some problems. ഇവര് ഫേസ് ചെയ്യുന്ന പല പ്രശ്നങ്ങളുണ്ട്. അതിലൊന്നാമത്തേതാണ് പിൽഫറേജ്. പിൽഫറേജ് എന്ന് പറഞ്ഞാൽ തെഫ്റ്റ്, ആരെങ്കിലും ഒക്കെ അറിയാതെ എടുത്തുകൊണ്ട് പോകുക, അത് എന്ന് പറയുന്നത്. പിന്നെ ഔട്ട്ഡേറ്റഡ് ഡ്രഗ്സ്, നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. നിങ്ങൾക്ക് മനസ്സിലായി ഔട്ട്ഡേറ്റഡ് ഡ്രഗ്സിന്റെ മീനിങ് എന്താണ്. അപ്പൊ ഔട്ട്ഡേറ്റഡ് ഡ്രഗ്സ് അങ്ങനെ വന്നു കഴിഞ്ഞാലും ഹോസ്പിറ്റലിന് പലതരത്തിലുള്ള ചെലവുകളും ഫേസ് ചെയ്യേണ്ടി വരും. കാരണം അതൊക്കെ കൊണ്ടുവന്ന് വെച്ചില്ലേ, പൈസ കൊടുത്ത് വാങ്ങിച്ചു വെച്ചു, ഔട്ട്ഡേറ്റഡ് ആയിപ്പോയി. അപ്പൊ പിന്നെ അത് എന്താ പറയാ ഡിസ്പെൻസ് ചെയ്യാൻ പറ്റില്ല, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പേഷ്യൻസിന് കൊടുക്കാൻ പറ്റില്ല. അത് ചിലപ്പോൾ ഗുണത്തേക്കാളേറെ ദോഷമായിരിക്കും ചെയ്യുക. അപ്പൊ അതുകൊണ്ട് അത് പറ്റില്ല. പിന്നെ അതുപോലെ തന്നെ ക്യാരിയിങ് കോസ്റ്റ്, ചിലപ്പോൾ ഇത് ഒരു ഡ്രഗ് ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തിലേക്കൊക്കെ ഷിഫ്റ്റ് ചെയ്യണം അല്ലെ. ഇപ്പൊ ഫാർമസിയിൽ ഇരിക്കുന്ന ഡ്രഗ് മറ്റൊരു സ്ഥലത്തേക്ക് എല്ലാ ഡ്രഗ്സിന്റെയും കാര്യമല്ല. നമ്മൾ ഡ്രഗ്സിനെ തന്നെ അതിന്റെ സ്റ്റോറേജിന്റെ കാര്യത്തിൽ 4ആയിട്ട് ക്ലാസിഫൈ ചെയ്തു. അപ്പൊ ഓരോ ഡ്രഗ്സും അതിൻ്റെതായ രീതിയിലാണ് അതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുക. അപ്പൊ അത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അതിനും പല ചെലവുകളുമുണ്ട്. അപ്പൊ അത്തരം കോസ്റ്റുകൾ അതും അവർ ഫേസ് ചെയ്യുന്നതാണ്. പിൽഫറേജ് മീൻസ് തെഫ്റ്റ്, കളവ് പോവുക. പിന്നെന്താ ഡിസ്ട്രക്ഷൻ ബൈ ഇൻസെക്ട്സ് ആൻഡ് റാറ്റ്സ്, എന്താ പറയാ പലതരത്തിലുള്ള കീടങ്ങള്, അതുപോലെ തന്നെ എലി. ഇതൊക്കെ നമുക്കറിയാം. ഈ പറയുന്ന ഒരുപാട് സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് കുന്നുകൂട്ടി വെക്കുന്ന സ്ഥലത്ത് കീടങ്ങൾ വന്ന് കുന്നുകൂട്ടാം, അല്ലെങ്കിൽ എലിയൊക്കെ വന്ന് നശിപ്പിക്കാം. ഓക്കെ, ഹോസ്പിറ്റൽ പരിസരമൊക്കെ ആകുമ്പോൾ ഒരുപാട് വേസ്റ്റ് മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും എവിടെന്നെങ്കിലൊക്കെ എലികളൊക്കെ കിടച്ചു കയറും. അപ്പൊ അതൊക്കെ ഇതിന്റെ അകത്തേക്ക് പെട്ടുപോയി കഴിഞ്ഞാൽ അതൊക്കെ വന്ന് അതും നശിപ്പിച്ച് കളയാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ നശിക്കാം, അതും അവരുടെ പ്രോബ്ലം ആണ്. എക്സ്പയറി ഡ്രഗ്സ്, എക്സ്പയറി ഡ്രഗ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രഗുകളുടെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു പോയി. അതായത് ആ ഒരു ഡ്യൂറേഷനിൽ എക്സ്പയറി തീർന്നതിന് മുമ്പ് ഡിസ്പെൻസ്, അവർക്ക് അത് ഡിസ്പെൻസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട്. പിന്നെന്താ ഷോർട്ടേജ് കോസ്റ്റ്, അതായത് നമ്മൾ എന്താ പറയാ ഒരു ഓരോ തരത്തിലുള്ള മെഡിസിൻസ് കൊണ്ടുവന്ന് നമ്മൾ സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി അത് കൊണ്ടുവന്ന് പൈസ കൊടുത്താണ് വാങ്ങിച്ചത്. ചില ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്, ആ ഡ്രഗ് വാങ്ങിക്കാൻ വേണ്ടി വന്ന ചെലവ്, ഇതെല്ലാം കൊടുത്ത് ചെലവാക്കിയാണ് ഓൾറെഡി മെഡിസിൻസ് കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ആൻഡ് അതിന് എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള ഷോർട്ടേജ് വന്നാലോ അതൊരു അധിക ചിലവായി. കാരണം നമ്മളിപ്പോ ആരെങ്കിലുമൊക്കെ എടുത്തുകൊണ്ട് പോയി, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റോക്ക് നോക്കി കഴിഞ്ഞപ്പോൾ എത്ര യൂണിറ്റ് നമ്മൾ പർച്ചേസ് ചെയ്തിരുന്നു, എന്നാൽ ഇത്ര സ്റ്റോക്ക് മാത്രമായി നമ്മൾ ആളുകൾക്ക് ഡിസ്പെൻസ് ചെയ്തിട്ടുള്ളൂ, ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളൂ. ഇനി കുറെ യൂണിറ്റുകൾ അവിടെ നമുക്ക് കാണുന്നില്ല. അപ്പൊ അത് ഷോർട്ടേജ് ആണ്. അപ്പൊ ആ ഷോർട്ടേജ് വന്നിരിക്കുന്നതിന്റെ പൈസയൊക്കെ നമ്മൾ ഓൾറെഡി കൊടുത്ത സാധനം വാങ്ങിച്ചത് ട്രാൻസ്പോർട്ട് ചെയ്തു, അതല്ലെങ്കിൽ അതിന് മെയിൻറ്റെയിൻ ചെയ്യാനും സ്റ്റോർ ചെയ്യാനും ഒക്കെ നമുക്ക് ഒരുപാട് ചെലവുകൾ വന്നിട്ടുണ്ട്. പക്ഷെ അത്രയും യൂണിറ്റ് നമ്മുടെ കയ്യിൽ നിന്ന് അത് നഷ്ടപ്പെട്ട ഏതെങ്കിലും രീതിയിൽ പോയിട്ടുണ്ടെങ്കിൽ അതിനു വേണ്ടി വന്ന ചെലവ്. അപ്പൊ ഇത്തരം ഷോർട്ടേജ് കോസ്റ്റുകളും ഇതെല്ലാം തന്നെ ഹോസ്പിറ്റൽ ഫാർമസി ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് ആണ്. അപ്പൊ ഹോസ്പിറ്റൽ ഫാർമസി ഫേസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട പ്രോബ്ലംസ് അതങ്ങനെ തന്നെ നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. പിൽഫറേജ്, ഔട്ട്ഡേറ്റഡ് ഡ്രഗ്സ്, ഷോർട്ടേജ് കോസ്റ്റ്, ക്യാരിയിങ് കോസ്റ്റ്, ഡിസ്ട്രക്ഷൻ ബൈ ഇൻസെക്ട്സ് or rats, expiry drugs എന്ന് പറയുന്നത്. ഓക്കെ, 6 പ്രോബ്ലംസ് ആണ്. ആൻഡ് നെക്സ്റ്റ് വൺ, അടുത്തത് റോൾ ഓഫ് ചീഫ് ഫാർമസിസ്റ്റ്. ഇനി ചീഫ് ഫാർമസിസ്റ്റിന്റെ റോൾ എന്താണ്? അതായത് നമ്മൾ നേരത്തെ ഒരു ഫാർമസിസ്റ്റുകളുടെ ഫാർമസി കീപ്പ് ചെയ്യുന്ന മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നവര് ഫാർമസിസ്റ്റുകളാണ്. അതിന്റെ ഒരു ഫ്ലോ ചാർട്ട് നമ്മൾ ഇവിടെ പറഞ്ഞിരുന്നു അല്ലെ. അറ്റ് ദ ടോപ്പ്, ഏറ്റവും ടോപ്പിൽ അതിന്റെ ഡയറക്ടർ ആണ്. ആ ഡയറക്ടർ എന്ന് പറയുന്നത് സൂപ്പറിൻറ്റൻഡന്റ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സർവീസസ് അല്ലെങ്കിൽ ചീഫ് ഫാർമസിസ്റ്റ് ആയിരിക്കും. എം.ഫാം ഹോൾഡ് ചെയ്തിരിക്കുന്ന ഒരു ക്വാളിഫിക്കേഷൻ ഉള്ള ചീഫ് ഫാർമസിസ്റ്റ് ആണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ളത്. ആരായിട്ട് വരുന്നത്? ആ ഫാർമസിയുടെ ഡയറക്ടർ ആയി വരുന്നത്. ആ ഡയറക്ടർ ആയിട്ടുള്ള ചീഫ് ഫാർമസിസ്റ്റിന്റെ റോളുകൾ എന്തൊക്കെയാണ് അങ്ങോട്ട് ചെയ്യേണ്ട കാര്യങ്ങള്? ഹോസ്പിറ്റലിന്റെ ഫാർമസിനെ കുറിച്ച് സംബന്ധിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ പുള്ളിക്കാരന് അതിന്റെ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അപ്പൊ എന്തൊക്കെയാണ് പുള്ളിയുടെ പങ്ക് എന്നാണ് പറയുന്നത്. ഓക്കെ,
അപ്പോ എന്തൊക്കെയാണ് നോക്കാം റോൾ ഓഫ് ഫാർമസിസ്റ്റ്. ഫാർമസിസ്റ്റുകളുടെ റോൾ എന്ന് പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ദേ ഹാവ് ടു ഫുൾഫിൽ ദ ഡിസിഷൻസ് വിച്ച് ഇസ് ടേക്കൺ ബൈ ദ ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി. ഈ തെറാപ്യൂട്ടിക് കമ്മിറ്റി നമ്മൾ നേരത്തെ തെറാപ്യൂട്ടിക് കമ്മിറ്റി അതിന്റെ മെമ്പേഴ്സും ആരൊക്കെയാണ് അതിന്റെ മെമ്പേഴ്സ്, ആരാണ് അതിന്റെ ചെയർമാൻ, ആരാണ് അതിന്റെ മെമ്പർ സെക്രട്ടറി എന്നുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അവർ എടുക്കുന്ന തീരുമാനം, ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി എടുക്കുന്ന തീരുമാനം, അവർ ഡ്രഗ്സിനെ കുറിച്ചിട്ട് പല കാര്യങ്ങളും അവരുടെ ഫോർമുല ഡ്രഗിന്റെ ലിസ്റ്റ് ഉണ്ടാക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ കുറെ കാര്യങ്ങൾ ഡിസിഷൻസ് എടുക്കുന്നു. ഈ തീരുമാനങ്ങളൊക്കെ അവരെടുക്കും. പക്ഷെ അത് നടപ്പിലാക്കേണ്ടത് ഇവിടെ ഹോസ്പിറ്റൽ ഫാർമസിയാണ്. അപ്പൊ നടപ്പിലാക്കിയോ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ മനസ്സിലാക്കേണ്ടത് ആരാണ്? ഫാർമസിയുടെ ഏറ്റവും തലപ്പത്തിരിക്കുന്ന ആൾ തന്നെയാണ്. ദാറ്റ് ഈസ് ദ ചീഫ് ഫാർമസിസ്റ്റ്. ചീഫ് ഫാർമസിസ്റ്റിന്റെ ഡ്യൂട്ടിയാണ് അതൊക്കെ ഉറപ്പുവരുത്തുക. അവരെടുത്ത തീരുമാനങ്ങളൊക്കെ നടപ്പിലാക്കിയോ? തീരുമാനങ്ങളിൽ ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാം, പക്ഷെ അത് നടപ്പിലാക്കിയോ ഇല്ലേ എന്ന് എന്ത് ചെയ്യണം? നോക്കേണ്ടതും അല്ലെങ്കിൽ പരിശോധിക്കേണ്ടതും ചെക്ക് ചെയ്യേണ്ടതും എൻഷുർ ചെയ്യേണ്ടതൊക്കെ ചീഫ് ഫാർമസിസ്റ്റ് ആണ്. നെക്സ്റ്റ് വൺ, they have to dispense the drugs, pharmaceuticals, chemicals to separate areas. അതായത് ഹോസ്പിറ്റലിൽ തന്നെ അവിടെ സൂക്ഷിക്കുന്ന ഫാർമസിയിലുള്ള ഡ്രഗുകളും മറ്റ് ഫാർമസ്യൂട്ടിക്കൽസ് ഇൻസ്ട്രുമെന്റുകളും കെമിക്കൽസും ഒക്കെ പല പല ഏരിയാസിലേക്കൊക്കെ ഷിഫ്റ്റ് ചെയ്യേണ്ടി വരും. അതൊക്കെ കൃത്യമായിട്ട് ഷിഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും നടപടികളും ഒക്കെ സ്വീകരിക്കേണ്ടത് ചീഫ് ഫാർമസിസ്റ്റ് ആണ്. അപ്പൊ അവരുടെ നിർദ്ദേശപ്രകാരമായിരിക്കും എല്ലാത്തിലും ഒരു മേൽനോട്ടം പുള്ളിക്കാരനുണ്ടായിരിക്കും. നമ്മള് ഏത് കാര്യങ്ങൾക്കും ഒരു ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുമ്പോൾ ഒരാൾ അതിന് എല്ലാ കാര്യങ്ങളെയും റെസ്പോൺസിബിൾ ആയിട്ട് ഏറ്റെടുക്കാനുണ്ടായിരിക്കും. അപ്പൊ ആ ആളിലൂടെ അല്ലാതെ ബാക്കി എല്ലാ കാര്യങ്ങളും നടക്കണം. ആ ആളിലൂടെയാണ് നടക്കേണ്ടത്. ആ ആള് പറയുന്ന നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ചും ഡയറക്ഷൻസ് അനുസരിച്ചും ആയിരിക്കും ബാക്കി എല്ലാവരും പ്രവർത്തിക്കുക. അപ്പൊ അതുപോലെ ചീഫ് ഫാർമസിസ്റ്റിന് അങ്ങനെ ഒരു ഡ്യൂട്ടി ഉണ്ട്. അവിടെ ഉള്ള ഡ്രഗിനെയൊക്കെ പരിശോധിക്കുക, അത് ഏതൊക്കെ ഏരിയാസിലേക്കൊക്കെ സെപ്പറേറ്റ് ഏരിയാസിലേക്ക് കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ പുള്ളിക്കാരന് അതിനകത്ത് പങ്കുണ്ട്. പിന്നെന്താ? മെയിന്റനൻസ് ഓഫ് ആക്സെപ്റ്റഡ് സ്റ്റോക്ക് ഓഫ് എമർജൻസി ഡ്രഗ്സ് ആൻഡ് നാർക്കോട്ടിക്സ്. അവിടെ വരുന്ന എമർജൻസിക്ക് ഉപയോഗിക്കുന്ന മരുന്നുകൾ, നാർക്കോട്ടിക് ഡ്രഗ്സ് ഒക്കെ അതിന്റെ സ്റ്റോക്ക്, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുക. അതൊക്കെ എങ്ങനെയാണ് സൂക്ഷിക്കേണ്ടത്? കാരണം ഇതൊക്കെ വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട ഡ്രഗ്സ് ആണ്. ഏതൊക്കെ? എമർജൻസി ഡ്രഗ്സും അതുപോലെ തന്നെ നമ്മുടെ നാർക്കോട്ടിക് ഡ്രഗ്സ്, അതുപോലെ ആന്റിഡോട്സ്, ആന്റിബയോട്ടിക്സിനൊക്കെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അതിന് എന്തെങ്കിലും റിയാക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിന് ബദലായിട്ട് എന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കണമല്ലോ. അപ്പൊ അത്തരം മരുന്നുകളൊക്കെ കീപ്പ് ചെയ്യുന്ന, അതൊക്കെ അതിന്റെയൊക്കെ സ്റ്റോക്കുകളൊക്കെ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. കാരണം അതൊക്കെ ഇങ്ങനെ പല രീതിയിലും നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ അതിനെയൊക്കെ കൂടുതൽ കൺട്രോൾ ചെയ്ത് അതിന്റെയൊക്കെ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു ഡ്യൂട്ടി ഉണ്ട് ആർക്ക്? ചീഫ് ഫാർമസിസ്റ്റിന്. പിന്നെ നാർക്കോട്ടിക് ഡ്രഗ്സും അതുപോലെ തന്നെ അതിന്റെ കണക്കെടുപ്പും, അത് നേരത്തെ പറഞ്ഞതിന്റെ പോലെ തന്നെ ആ നാർക്കോട്ടിക് ഡ്രഗ്സും നേരത്തെ പറഞ്ഞ എമർജൻസി ഡ്രഗ്സും എല്ലാം തന്നെ എല്ലാവരുടെയും കൃത്യമായ കണക്കുണ്ടായിരുന്നു. ഇത്ര യൂണിറ്റ് ഉണ്ടായിരുന്നു, അതിൽ ഇത്ര യൂണിറ്റ് എടുത്ത് യൂസ് ചെയ്തു, ബാക്കി ഇത്ര യൂണിറ്റ് ഉണ്ട്, ഓരോന്നിനും കണക്കുണ്ടായിരുന്നു. ആ കണക്കുകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് അത് ചെക്ക് ചെയ്യുക. ഡിസ്പെൻസ് ചെയ്യുന്ന സമയത്തൊക്കെ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യേണ്ടത് ചീഫ് ഫാർമസിസ്റ്റിന്റെ ഡ്യൂട്ടിയാണ്. പിന്നെന്താ? വേരിയസ് ഫ്ലൂയിഡ്സിന്റെ ഡിസ്പെൻഷൻ അല്ലെങ്കിൽ ഡെസിഗ്നേഷൻ. ഓരോ ഫ്ലൂയിഡുകൾ എവിടേക്കാണ് പ്രത്യേകം വെക്കേണ്ടത്, അതിന്റെ ഡെസിഗ്നേഷൻ എന്ന് വെച്ചാൽ അതിന്റെ സ്ഥാനം, അതിന്റെ ഓരോരുത്തരും ഓരോ സ്ഥാനമുണ്ട്. ഓരോ ഫ്ലൂയിഡുകളൊക്കെ വെക്കുന്നതിന് അതൊക്കെ പരസ്പരം എല്ലാത്തിന്റെയും കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അപ്പൊ അതിന്റെയൊക്കെ പ്രത്യേകം സ്ഥാനങ്ങളും അതിന്റെ ഡെസിഗ്നേഷൻസും ഒക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കണം ചീഫ് ഫാർമസിസ്റ്റ്. സ്ക്രൂട്ടിനി ഓഫ് ഡ്രഗ്സ് അറ്റ് വേരിയസ് പോയിന്റ്സ് ഓഫ് യൂസ് എന്ന് പറഞ്ഞാൽ എന്താ? ഓരോ ഡ്രഗുകളും യൂസ് ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തില് ഓരോ പോയിന്റിലും അവർ അതിനെ കുറിച്ച് വ്യക്തമായ ഒരു എന്താ പറയാ സ്ക്രൂട്ടിനൈസേഷൻ എന്ന് വെച്ചാൽ എന്താ? ഒരു വെരിഫിക്കേഷൻ, ഒരു പരിശോധന ഒക്കെ നടത്തി അതിനെന്തെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും ഡ്രഗ്സിന് എന്തെങ്കിലും തരത്തിലുള്ള പോരായ്മകളുണ്ടോ, അതിന്റെ ക്വാളിറ്റിയിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ, അത് കഴിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ അത് കൺസ്യൂം ചെയ്യുന്നത് കൊണ്ട് പേഷ്യൻസിന് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടോ, ഇത് ഓരോ പോയിന്റ് ഓഫ് യൂസിലും യൂസ് ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലുമൊക്കെ ചില ഇടയ്ക്കിടയ്ക്ക് പരിശോധനകളൊക്കെ നടത്തുന്നത് വളരെ നല്ലതായിരിക്കും. അത് സ്ക്രൂട്ടനൈസേഷൻ ചെയ്യേണ്ട ഒരു അധികാരം അല്ലെങ്കിൽ ഒരു പങ്ക് നമ്മുടെ ചീഫ് ഫാർമസിസ്റ്റിനാണ്. ഓക്കെ, സ്ക്രൂട്ടനൈസ് ഓഫ് വേരിയസ് ഡ്രഗ്സ്, മറ്റ് ഏത് ഡ്രഗ്സ് ആയാലും അത് ഓരോ പോയിന്റ് ഓഫ് യൂസിലും അത് ഇടയ്ക്കിടയ്ക്ക് പരിശോധിക്കുക എന്നതാണ്. ആൻഡ് ദേ ഹാവ് ടു ഓൾസോ പ്രിപ്പയർ ദ ഇന്റന്റ് റെസിപ്റ്റ് വൗച്ചർ എക്സെട്ര. ഇനി ഹോസ്പിറ്റൽസിൽ അവിടെ ഹോസ്പിറ്റൽ ഫോർമുലറിയിലുള്ള ഡ്രഗുകളൊക്കെ സേഫ്റ്റി സ്റ്റോക്ക് ലെവൽ ആകുമ്പോൾ എപ്പോഴാണോ തീരാൻ പോകുന്നത്, ആ തീരാൻ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ തീരുന്നതുമായിട്ട് മുമ്പ് ഒരു സേഫ്റ്റി സ്റ്റോക്ക് ലെവൽ എത്തുമ്പോൾ, അതിനൊക്കെ നമ്മൾ പറഞ്ഞു ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി ഒക്കെ, ആ ഒരു ലെവൽ എത്തുന്ന സമയത്ത് പുതിയ ഓർഡർ പ്ലേസ് ചെയ്യാൻ അതിനുള്ള ഇന്റന്റ് വെക്കാനും അതുപോലെ തന്നെ അത് ഇന്റന്റ് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ റിസീവ്ഡ്, അതായത് ഹോസ്പിറ്റൽസിലേക്ക് അത് വരുമ്പോൾ അത് കൃത്യമായിട്ട് റിസീവ് ചെയ്യാൻ അതിന്റെ വൗച്ചറൊക്കെ ഒത്തു
നോക്കി പേയ്മെന്റുകളൊക്കെ നടപ്പാക്കുന്നതൊക്കെ കാര്യങ്ങൾക്കൊക്കെ മുൻകൈ എടുക്കേണ്ടതും ചീഫ് ഫാർമസിസ്റ്റ് തന്നെയാണ്. അപ്പൊ ഇതുപോലെ അറിയാവുന്ന ഒരു കാര്യവുമില്ല. ഫാർമസിക്കകത്ത് എന്തെങ്കിലുമൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ചില സംശയങ്ങൾക്ക് മറ്റു ഫാർമസിസ്റ്റുകൾക്കൊക്കെ അതിന്റെ താഴെയുള്ള ഫാർമസിസ്റ്റുകൾക്കൊക്കെ ഉണ്ടാകും. സോ അവരത് കൺഫേം ചെയ്യേണ്ടത്, തങ്ങളുടെ സംശയങ്ങൾ മറ്റൊക്കെ വിലയിരുത്തി കൺഫേം ചെയ്യേണ്ടത് ചീഫ് ഫാർമസിസ്റ്റിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ അതിന്റെ ഇന്റന്റ് വെക്കുക, അതിന്റെ റെസിപ്റ്റ് വൗച്ചർ റിസീവ് ചെയ്യാം, ഇങ്ങനെയുള്ള കാര്യങ്ങളും ചീഫ് ഫാർമസിസ്റ്റ് ആണ് ചെയ്യേണ്ടത്. ഇൻവെന്ററി കൺട്രോൾ, ആഫ്റ്റർ ഓൾ അവിടെയുള്ള എല്ലാ ഡ്രഗ്സിന്റെയും സ്റ്റോക്ക് കൺട്രോൾ. സ്റ്റോക്ക് കൺട്രോൾ എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് അധികമാകണം, ഓവർ സ്റ്റോക്കിങ്ങും പാടില്ല, എന്നാൽ ഇറ്റ് ഷുഡ് നോട്ട് ബി ഇൻസഫിഷ്യന്റ് ആവാനും പാടില്ല. ആവശ്യത്തിനും ഉണ്ടാകാൻ വേണം, എന്നാൽ ഓവർ സ്റ്റോക്കിങ്ങും വരാത്ത രീതിയിൽ ഇൻവെന്ററി കൺട്രോൾ ചെയ്ത് നിലനിർത്തേണ്ടതും ചീഫ് ഫാർമസിസ്റ്റിന്റെ റോൾ തന്നെയാണ്. They have to maintain the stores, ledger and records. ഫാർമസിയിലെ ഏതൊക്കെ തരത്തിലുള്ള സ്റ്റോക്കുകളും അതുപോലെ മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ടോ അതിന്റെയൊക്കെ ലെഡ്ജർ അക്കൗണ്ടുകൾ, ഓരോ ഡ്രഗ്സിനും പ്രത്യേകം അക്കൗണ്ടുകളൊക്കെ കീപ്പ് ചെയ്ത് അതെന്തിനാ ഇത്ര യൂണിറ്റ് ഉണ്ട്, ഇത്ര ഉപയോഗിച്ചു, ഇനി ബാക്കി ഇത്രയുണ്ട്, അതിന്റെ എക്സ്പയറി ടൈം, അതിന്റെ എന്താ പറയാ പർച്ചേസ് ചെയ്ത ഡേറ്റ്, അതിന്റെ മറ്റു പല ഇൻഫോർമേഷൻസ്, ആ ഡ്രഗ്സിനെ കുറിച്ചിട്ടുള്ള പല ഇൻഫോർമേഷൻ, അതിന്റെ കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ആഫ്റ്റർ എഫക്ട്, അത് എവിടെ നിന്ന് വാങ്ങിച്ചു, അതിന്റെ സോഴ്സ്, അങ്ങനെയുള്ള പ്രത്യേക കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്ന റെക്കോർഡുകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് പരിശോധിക്കാം. ഇതൊക്കെ എല്ലാവരും അവരവരുടേതായ രീതിയിൽ ഓരോ ഫാർമസിസ്റ്റും അവരുടേതായ ജോലികൾ എന്താ പറയാ ഉത്തരവാദിത്തത്തോടുകൂടി നിർവഹിക്കുന്നുണ്ട്. പക്ഷെ അവര് മാത്രം സ്ഥാപിച്ചതൊന്നും കാര്യമില്ല. അതിന് പുറമെ തന്റേതായ ഒരു ഡ്യൂട്ടി, ഞാനിവിടെ നേതൃത്വം വഹിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ ചീഫ് ഫാർമസിസ്റ്റ് ആയിട്ട് ഇരിക്കുമ്പോൾ അവർക്ക് ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ബാക്കിയുള്ളവരെല്ലാം കൃത്യമായിട്ട് അതൊക്കെ ചെയ്യുന്നുണ്ടോ ഇടയ്ക്കിടയ്ക്ക് പരിശോധിച്ചാൽ മതി. അപ്പൊ അതെല്ലാം അവര് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടെന്നും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെന്നും മനസ്സിലാക്കുക. ഇദ്ദേഹവും അതനുസരിച്ച് അതിനെ മെയിൻറ്റെയിൻ ചെയ്യുക. ആൻഡ് ഓൾസോ ദേ ഹാവ് ടു മേക്ക് സം പ്രൊവിഷൻ ഫോർ ഓൾട്ടർനേറ്റ് ഇലക്ട്രിസിറ്റി സപ്ലൈ വെൻ ദ പവർ ഫെയിലിയർ ഗോസ്. അതായത് ചില സമയത്തൊക്കെ നമുക്കറിയാം പവർ ഫെയിലിയർ ഒക്കെ കറണ്ട് ഒക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം കോൾഡ് സ്റ്റോറേജിൽ ഇരിക്കുന്ന ഒരുപാട് മെഡിസിൻസ് ഉണ്ട്. അപ്പൊ അതൊക്കെ ചീത്തയാവാൻ സാധ്യത. അപ്പൊ അതിനൊരു ഓൾട്ടർനേറ്റ് ഫെസിലിറ്റി എന്താണെന്ന് ആലോചിച്ച് നേരത്തെ വെച്ച് അതിനുള്ള സജ്ജീകരണങ്ങൾ വെക്കണം. അതായത് ജനറേറ്ററുമായിട്ട് കണക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ എന്താ പറയാ ജനറേറ്റർ തന്നെ വേണ്ടി വരും. ഹോസ്പിറ്റലാകുമ്പോൾ ഒത്തിരി ഡിപ്പാർട്ട്മെന്റുകളും വലിയ ഹോസ്പിറ്റൽസ് ആകുമ്പോൾ അവിടെ ഇൻവെർട്ടർ പോലെയുള്ള സാധനങ്ങളൊന്നും മാത്രം പറ്റില്ല. എന്തായാലും ജനറേറ്റേഴ്സ് തന്നെ വേണ്ടി വരും. അപ്പൊ അങ്ങനെ ഒരു ഓൾട്ടർനേറ്റ് പവർ സപ്ലൈക്ക് വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റി അതൊക്കെ എപ്പോഴും പ്രൊവൈഡ് ചെയ്തിരിക്കണം. പവർ ഓഫ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ അത് കണക്ട് ചെയ്യാവുന്ന രീതിയിൽ, കാരണം കോൾഡ് സ്റ്റോറേജ് നമുക്കറിയാം ഓരോ ഡിഗ്രി സെൽഷ്യസിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഡ്രഗ്സിനെ കുറിച്ചൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പൊ അങ്ങനെയുള്ള മെഡിസിൻസ് അങ്ങനെ തന്നെ എന്ത് ചെയ്യേണ്ടി വരും, കീപ്പ് ചെയ്യേണ്ടി വരും. അപ്പൊ പവർ ഫെയിലിയർ ഉണ്ടാകാതെ നോക്കേണ്ടത്. ഉണ്ടാകും, അത് നമുക്ക് പറയാൻ പറ്റില്ല, KCB-കാരെ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ ഇലക്ട്രിസിറ്റി സപ്ലൈ റെഗുലറായിട്ട് വരുമെന്ന് മാത്രം വിചാരിച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. മേ ബി അങ്ങനെ ഒരു ഇലക്ട്രിസിറ്റി പവർ ഫെയിലിയർ ഉണ്ടായാൽ വാട്ട് ടു ഡു, എന്താണ്, അപ്പൊ അതിനൊരു എക്സ്ട്രാ ഒരു സജ്ജീകരണം, അതാണ് ഉദ്ദേശിക്കുന്നത്. ആൻഡ് സ്ക്രൂട്ടിനി ആൻഡ് ക്വാളിറ്റി കൺട്രോൾ, ഓരോ ഡ്രഗ്സിന്റെയും പരിശോധന, അതിന്റെ ക്വാളിറ്റി കൺട്രോൾ മെയിൻറ്റെയിൻ ചെയ്യുക. എന്താ ക്വാളിറ്റി എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം? അതായത് തീരെ തരം താഴ്ന്ന മെഡിസിൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്ത് ക്വാളിറ്റിയെ എന്താ പറയാ മോശമാക്കുന്ന രീതിയിൽ പേഷ്യൻസിന് എന്തെങ്കിലുമൊക്കെ മരുന്ന് കൊടുത്താൽ മതി, നമുക്ക് പൈസ കിട്ടിയാൽ മതി എന്ന ആ ഒരു ചിന്തയില്ല. അപ്പൊ എപ്പോഴും ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തു അങ്ങനെ കൊടുക്കുമ്പോൾ മാത്രമാണ് പേഷ്യൻസിന് അവരുടെ രോഗത്തെ പെട്ടെന്ന് നമുക്ക് ഇല്ലാതാക്കാൻ സാധിക്കുകയുള്ളൂ അല്ലെ. അപ്പൊ അങ്ങനെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യത്തിലും കൺട്രോൾ ചെയ്യുന്ന കാര്യത്തിലും അതും സ്ക്രൂട്ടിനൈസ് ചെയ്യുക എന്നുള്ളതും ചീഫ് ഫാർമസിസ്റ്റിന്റെ ഡ്യൂട്ടിയാണ്. ടീച്ചിങ് ആൻഡ് ട്രെയിനിങ് ഫാർമസിസ്റ്റിന് ഇടയ്ക്കിടയ്ക്ക് വേണ്ട അത്ര ട്രെയിനിങ്ങും മറ്റു ടീച്ചിങ്ങും, അതായത് അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളും അല്ലെങ്കിൽ ചില മരുന്നുകളൊക്കെ പുതിയതായിട്ടൊക്കെ കൊണ്ടുവരുമ്പോൾ അതിനെ കുറിച്ചൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടി വരും. അതിനെയാണ് ടീച്ചിങ് എന്ന് ഉദ്ദേശിക്കുന്നത്, വേറെ ഒന്നുമില്ല. അപ്പൊ ടീച്ചിങ് ആൻഡ് ട്രെയിനിങ് ഓഫ് ഫാർമസിസ്റ്റ് അതും ചീഫ് ഫാർമസിസ്റ്റിന്റെ ഡ്യൂട്ടി തന്നെയാണ്. Then they have to make a periodic utilization report of pharmacy. ഫാർമസിയുടെ ഓരോ പീരിയോഡിക് ആയിട്ട് ചിലപ്പോൾ ഒരു വർഷം കഴിയുമ്പോഴാകാം അല്ലെങ്കിൽ ഹാഫ് ഇയർലി ആകുമ്പോഴാകാം, എപ്പോഴാണോ അവർക്ക് ഓരോ ഹോസ്പിറ്റൽസിനും അതിന്റെ റൂൾ ഉണ്ട്. അതനുസരിച്ച് ഫാർമസിയുടെ ഒരു റിപ്പോർട്ടൊക്കെ തയ്യാറാക്കി പീരിയോഡിക് ആയിട്ട് ആ ഒരു എന്താ പറയാ സമയത്തിനനുസരിച്ച് പീരിയോഡിക് റിപ്പോർട്ടുകൾ പ്രിപ്പയർ ചെയ്യുക. അത് ഇതുപോലെ തന്നെ എന്തൊക്കെയാണ് ഒരു ഫാർമസിയിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു ഡേ 1 തുടങ്ങി. അപ്പൊ ഓരോ ഇയർ മാറുന്നതനുസരിച്ച് ഒരു ആ ഡ്യൂറേഷൻ മാറി വരുമ്പോൾ എന്തൊക്കെയാണ് പ്രവർത്തിച്ചതും ചെയ്തതുമായിട്ടുള്ള കാര്യങ്ങൾ റിപ്പോർട്ട് പോലെ ആക്കുന്നത് നല്ലതാണ്. കാരണം ഫ്യൂച്ചർ സ്റ്റഡീസിന് ഇതൊക്കെ വളരെ ഉപകരിക്കും. അപ്പൊ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുക. ആൻഡ് ലാസ്റ്റ് വൺ പേഷ്യന്റ് എഡ്യൂക്കേഷൻ, പേഷ്യൻസിന് വേണ്ട അറിവ്. അതായത് അവിടെ എന്താ വേറെ ഒന്നും പഠിപ്പിക്കാനൊന്നുമല്ല പേഷ്യൻസിന് ഇഫ് ദേ ഹാവ് എനി ഡൗട്ട് റിഗാർഡിംഗ് ദ ഡ്രഗ്സ് വിച്ച് ദേ ഹാവ് ടു കൺസ്യൂം, അവർക്ക് ഉപയോഗിക്കേണ്ടി വരുന്ന മരുന്നുകളെ
മരുന്നുകളെ സംബന്ധിക്കുന്ന എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്ത് കൊടുക്കുക. അതാണ് പേഷ്യന്റ് എഡ്യൂക്കേഷൻ. ഇപ്പൊ ചിലപ്പോൾ ഫാർമസിസ്റ്റുകൾക്ക് അതിന് കൃത്യമായ മറുപടികൾ കൊടുക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ അവരത് വേണമെങ്കിൽ ചീഫ് ഫാർമസിസ്റ്റിനെ ചിലപ്പോൾ അറിയിക്കും. അപ്പൊ ആൾ വന്നിട്ട് അവർക്ക് വേണ്ട ഈ ഡ്രഗ്സുമായിട്ട് ബന്ധപ്പെട്ട ചില സംശയങ്ങൾക്കൊക്കെ ദൂരീകരിച്ച് കൊടുക്കാനായിട്ട് സാധിക്കും. അതാണ് പേഷ്യന്റ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അത് എപ്പോഴാണ് ആവശ്യം അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് അത് പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പൊ ഇതെല്ലാം തന്നെ ചീഫ് ഫാർമസിസ്റ്റുകൾക്ക് ഉണ്ടായിരിക്കേണ്ട അല്ലെങ്കിൽ അവര് ചെയ്യേണ്ടതായിട്ടുള്ള അവരുടേതായ പങ്കാണ്. അവരെന്താണ് റോള് ഫാർമസിയിൽ ഇതുകൊണ്ട് വഹിക്കുന്നതെന്ന് ചോദിച്ചാൽ ദീസ് ആർ ദ റോൾസ് വിച്ച് ആർ ടു ബി എന്താ പറയാ taken by a part by the chief pharmacist. ചീഫ് ഫാർമസിസ്റ്റ് കൈകാര്യം ചെയ്യേണ്ട ചില റോളുകളാണ് നമ്മളിപ്പോ പറഞ്ഞതൊക്കെ. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഈ പോയിന്റുകള് മനസ്സിലായോ? ഓക്കെ. അപ്പോ നമ്മളുടെ ഈ ചാപ്റ്റർ നമ്മൾ തീർത്തു. അതായത് നമ്മുടെ ചാപ്റ്ററിനകത്ത് നമ്മൾ എന്താ പറയാ ഫാർമസിയുടെ ഫങ്ഷൻസ്, അതുപോലെ തന്നെ ഫാർമസിയുടെ ഒബ്ജക്റ്റീവ്സ്, പിന്നെ ഫാർമസിയിലുമായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ട് തന്നെ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കമ്മിറ്റി ഫാർമസിയിലെ എന്താ പറയാ മരുന്നുകൾ ഉണ്ടാക്കുന്നത് ഡ്രഗ് ലിസ്റ്റ് ഉണ്ടാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അത്തരം കാര്യങ്ങളും ഒക്കെ അതും അതിന്റെ ഒരു കമ്മിറ്റിയെ കുറിച്ചിട്ടും അവരുടെ കമ്മിറ്റിയുടെ മെമ്പേഴ്സ് ആരൊക്കെയാണെന്നും അവരുടെ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നും പിന്നെ ഫാർമസിയിൽ എത്ര ഫാർമസിസ്റ്റുകൾ വേണം ഓരോ ഹോസ്പിറ്റൽസിലും വേണം, അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് ബെഡ് സ്ട്രെങ്ത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളതും, പിന്നെ സ്റ്റോറേജ് ഓഫ് ഡ്രഗ്സിന്റെ സ്റ്റോറിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറെ കാര്യങ്ങൾ. ഓരോ ഡ്രഗ്സും സ്റ്റോർ ചെയ്യുന്നത് അതിന്റെ പ്രത്യേകതകൾ അനുസരിച്ചിട്ട് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് 4 ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓരോ ഡ്രഗ്സും എങ്ങനെയാണ് അത് ഫാർമസിയിൽ ഹാൻഡിൽ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. പിന്നെ ഹോസ്പിറ്റൽ ഫാർമസി ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് എന്താന്ന് പറഞ്ഞു, ആൻഡ് റോൾ ഓഫ് ചീഫ് ഫാർമസിസ്റ്റുകൾ. ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പറഞ്ഞത്. ഒറ്റ ദിവസം കൊണ്ടൊക്കെ തീർക്കാൻ പറ്റുന്ന ചാപ്റ്ററിൽ തന്നെയാണ് 2-3 ദിവസം കൊണ്ട് നമ്മൾ തീർത്തിരിക്കുന്നത്. അത്ര സ്പീഡിലൊന്നും പോയിട്ട് പറയാൻ പറ്റില്ല. ചില ക്ലാസ്സുകളിലൊക്കെ ഈ ചാപ്റ്റർ ഒരു ദിവസം കൊണ്ട് 1.5 മണിക്കൂർ കൊണ്ട് തീർന്നതും ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. എത്ര എക്സ്പ്ലെയിൻഡ് ആയിക്കോട്ടെ, എക്സ്പ്ലനേഷൻ നമ്മൾ എന്താ പറയാ കുറച്ച് കൂടുതൽ കൊടുക്കുന്നത് അങ്ങനെയെങ്കിലൊക്കെ മനസ്സിലാക്കിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷെ നമ്മൾ ഒരു പാഠം എവിടെയൊന്നും പഠിക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മുടെ ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഞാൻ പറയാൻ പോകുന്ന കാര്യം ശ്രദ്ധിച്ചിരിക്കുക. നമ്മൾ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സിന്റെ ഹോസ്പിറ്റൽ എന്ന് പറയുന്നതിൽ ഇഷ്ടംപോലെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങൾക്ക് തന്നിരുന്നു. അതായത് ഒരു 10-30ഓളം എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് നമ്മൾ തന്നിരുന്നു. അത് അതുപോലത്തെ ഒരു ചാപ്റ്റർ അല്ല ഇത്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് കുറെ എന്താ പറയാ ഇങ്ങനെ പോയിന്റ് വൈസ് നമ്മൾ ഹോസ്പിറ്റൽ ഫാർമസി എന്താണ്, ഫാർമസിയിൽ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്, അതിന്റെ ഫങ്ഷൻസ്, റെസ്പോൺസിബിലിറ്റീസും ഒബ്ജക്റ്റീവ്സും ഒക്കെ ഇങ്ങനെ 1 വേർഡ് ക്വസ്റ്റ്യൻ പോലെ നമുക്ക് എഴുതുന്നതെന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമില്ല. സോ നിങ്ങൾ മാർക്ക് ചെയ്യുക. എവിടെയാണ് നിങ്ങൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കേണ്ടത് എന്നുള്ള ഭാഗം ഞാൻ മാർക്ക് ചെയ്യാൻ പറയും. അത് നിങ്ങൾ മാർക്ക് ചെയ്യുക, അത് നിങ്ങൾ പഠിക്കാം. ഓക്കെ, യെസ്. അപ്പൊ ആദ്യം പറയുന്നത് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്ന ഭാഗം എടുക്കുക. ക്വസ്റ്റ്യൻസ് നമ്മൾ എഴുതുന്നില്ല കേട്ടോ. ഇൻഫ്രാസ്ട്രക്ചറിൽ അവിടെ ആ ഒരു ഭാഗത്ത് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുള്ളത്. ഒന്ന്, ഈ നമ്മുടെ ഫാർമസി എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത് എന്നുള്ളതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യത. ഫസ്റ്റ് ഫ്ലോറിലാണോ, ഗ്രൗണ്ട് ഫ്ലോറിലാണോ, ടോപ്പ് ഫ്ലോറിലാണോ, എവിടെയെങ്കിലാണോ എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനത്തെ ചോദ്യങ്ങൾ വരാൻ സാധ്യതകളുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ ഒരു ഭാഗം ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്ന ഭാഗത്തിൽ ആദ്യത്തെ സെന്റൻസിനകത്ത് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. രണ്ടാമത്തെ പോയിന്റിനകത്തും ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ മാത്രമുള്ള കാര്യങ്ങൾ അവിടെ ഉണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് ടിക്ക് ചെയ്യോ, മാർക്ക് ചെയ്യോ, നിങ്ങളുടേതായ രീതിയിൽ അണ്ടർലൈൻ ചെയ്യുമ്പോൾ എന്തെങ്കിലും ചെയ്യാം. ഓക്കെ, 1-2 പോയിന്റുകൾ. ഓക്കെ, പിന്നെ റേഡിയോ ഐസോടോപ്സ് എന്ന് എഴുതിയിരിക്കുന്ന 10ാമത്തെ പോയിന്റിന്റെ അകത്ത് നിന്നും പല ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പൊ അവിടെ ഒന്ന് മാർക്ക് ചെയ്യാം. 10ാമത്തെ പോയിന്റ്. ഓക്കെ, ചെയ്തോ? Okay. Then equipments which are used in hospital pharmacy. Hospital pharmacy ഉപയോഗിക്കുന്ന എക്യുപ്മെന്റുകൾ. ഓക്കെ, ആ എക്യുപ്മെന്റുകളുടെ പേരുകൾ എല്ലാത്തിന്റെ പേരുകൾ അറിഞ്ഞിരിക്കണം. അതിന്റെ അകത്ത് ചിലപ്പോ ഈ താഴെ പറയുന്നതിൽ ഹോസ്പിറ്റൽ ഫാർമസിയിൽ ഉപയോഗിക്കാത്ത എക്യുപ്മെന്റ് ഏതാണ്, അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റുകൾ ഏതാണ് എന്ന് ചോദിച്ചാൽ അതിന്റെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണമെങ്കിൽ എല്ലാ എക്യുപ്മെന്റുകളുടെയും പേര് അറിഞ്ഞിരിക്കണം. അപ്പൊ അത് മുഴുവനും മാർക്ക് ചെയ്തു. നെക്സ്റ്റ് വൺ,
നെക്സ്റ്റ് വൺ എന്താണ്? ബെഡ് സ്ട്രെങ്ത്. ആ ബെഡ് സ്ട്രെങ്തിലും നിന്നും ക്വസ്റ്റ്യൻസ് ആ ടേബിളിൽ നിന്ന് ക്വസ്റ്റ്യൻസ് തിരിച്ചും മറിച്ചും വരും. 300 ബെഡ്സ് ഉള്ള ഹോസ്പിറ്റലിനകത്ത് എത്ര നമ്പർ ഓഫ് ഫാർമസിസ്റ്റുകൾ ഉണ്ടായിരിക്കണം എന്നാകാം. 15 നമ്പർ ഓഫ് ഫാർമസിസ്റ്റുകൾ ഉണ്ടെങ്കിൽ അപ് ടു എത്ര ബെഡ്സ് എങ്കിലും ഒരു ഹോസ്പിറ്റലിനകത്ത് വേണമെന്നാകാം, തിരിച്ചു മറിച്ചും ആകാം. ആ പാട്ട് ഓക്കെ, മാർക്ക് ചെയ്തോ? മാർക്ക് ചെയ്തോ? യെസ്. അടുത്തത് നമ്മുടെ ഈ ഫ്ലോ ചാർട്ട് ആണ്. ഫ്ലോ ചാർട്ടില് ആ ഒരു ചാർട്ട് അങ്ങനെ തന്നെ മനസ്സിലാക്കി പഠിക്കണം. അതായത് ചീഫ് ഫാർമസിസ്റ്റ്, അവരുടെ ക്വാളിഫിക്കേഷൻ നാവാൻ ചോദിക്കാം. അതായത് ക്വാളിറ്റി കൺട്രോൾ ചെയ്യുന്ന ഫാർമസിസ്റ്റിന്റെ ക്വാളിഫിക്കേഷൻ ആയിരിക്കാം ചോദിക്കാം. അല്ലെങ്കിൽ മെഡിക്കൽ സ്റ്റോർ കീപ്പ് ചെയ്യുന്ന ഫാർമസിസ്റ്റ് അതാരാണ് എന്നായിരിക്കാം. 2 ഫാർമസിസ്റ്റ്, ബി ഫാം അല്ലെങ്കിൽ ഡി ഫാം ഉള്ളത് ഡിസ്പെൻസിങ്ങിനാണ് ഉള്ളവരുണ്ട്. അപ്പൊ ഈ ഒരു ചാർട്ടിൽ നിന്നും പല ക്വസ്റ്റ്യൻസ് ചോദിച്ചു കണ്ടിട്ടുണ്ട്. ചാർട്ട് മാർക്ക് ചെയ്യും. നോട്ട് എഴുതിയ പഠിക്കണേന്നോ? കുഴപ്പമില്ല, നോട്ട് എഴുതി പഠിച്ചോ, നല്ല കാര്യം. നോട്ടൊക്കെ എഴുതി അതിനകത്തുനിന്ന് സ്വന്തമായിട്ട് നമ്മളോട് ഒരു ചോദ്യങ്ങളൊക്കെ ചോദിച്ചുണ്ടാക്കി പഠിച്ചോ, അത് നല്ല കാര്യം. കാരണം ഇത് നിങ്ങളിപ്പോ കുറച്ചൊന്ന് ട്രെയിൻ ചെയ്യുന്നത് നല്ലതാ. ഒരിത്തിരി സ്പീഡപ്പ് ആകാതെ നിവർത്തിയില്ല. കാരണം 3rd and 4th മൊഡ്യൂളുകളിൽ അതിനത്രയും തന്നെ. അപ്പൊ നിങ്ങൾ എന്ത് പറയുന്നു അറിയണം എനിക്ക്. ശരി, ഓക്കെ. ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി എന്ന് പറയുന്ന ഭാഗം. ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി, അതിന്റെ മെഡിക്കൽ സൂപ്പറിൻറ്റൻഡന്റ് ഡാഷ് ആണ് ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയുടെ എന്നാകാം. അല്ലെങ്കിൽ മെമ്പർ സെക്രട്ടറി ആരാണ് ഹോസ്പിറ്റലിന്റെ ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയിലെ എന്ന് ചോദിക്കാം. അതൊക്കെ അങ്ങനെ തിരിച്ചു മറിച്ചൊക്കെ വരുന്നുണ്ട്. ഓക്കെ, അത് കേട്ടാ. അത് മുഴുവന് ഏതാന്ന് പറയാൻ പറ്റില്ല. ഒരു പ്രാവശ്യം ചോദിച്ചിട്ട് ചിലപ്പോൾ മെമ്പർ സെക്രട്ടറി ആകാം, എല്ലാ ചോദ്യം ഡാഷ് ആയിരിക്കാമെന്നാകാം, നഴ്സിംഗ് സൂപ്രണ്ട് ആരാണെന്നാകാം. പല രീതിയിലാണ്, പല പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നോക്കുമ്പോൾ പല രീതിയിലാണ് ചോദിച്ചിരിക്കുന്നത്. ക്ലിയർ ആയോ പറഞ്ഞത്? ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയിൽ നിന്ന് തിരിച്ചും മറിച്ചും ചോദ്യങ്ങൾ വരാം. ഓക്കെ, പിന്നെ അടുത്തത് ഹോസ്പിറ്റലിന്റെ ഫോർമുലറിയൊന്നുമില്ല. അടുത്തത് ഇന്റൻഡിങ് ഓഫ് ഡ്രഗ്സ് എന്ന് വെച്ചാൽ വായിക്കണ്ടെന്നല്ല കേട്ടോ, ജസ്റ്റ് വായിച്ചൊക്കെ പോണം. പറയാൻ പറ്റില്ല നമുക്ക് എവിടെ നിന്നൊക്കെ ചോദ്യം വരുന്നത്. നേരത്തെയുള്ള ക്വസ്റ്റ്യൻസ് കണ്ടിരിക്കുന്നതിന്റെ ഭാഗങ്ങളാണ് നമ്മളിവിടെ മാർക്ക് ചെയ്യാൻ പറയുന്നത്. ഏത് ഭാഗത്തു നിന്നൊക്കെയാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് ഇതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് പോണം. ഹോസ്പിറ്റൽ ഫോർമുലറി 1-2 പ്രാവശ്യത്തെ നമ്മൾ എടുക്കുമ്പോൾ തന്നെ നിങ്ങൾ വായിക്കേണ്ടതാകുമല്ലോ അല്ലെ. ഇനി ഇന്റൻഡിങ് ഓഫ് ഡ്രഗ്സ്. ഇന്റൻഡിങ് ഓഫ് ഡ്രഗ്സിനകത്ത് ഒന്നാമത്തെ പോയിന്റ്, ഏകദേശം ഒരു ഹോസ്പിറ്റൽ ഫോർമുലറിയിൽ എത്ര ഡ്രഗ്സ് ആണ് ഇൻക്ലൂഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത്, അതിന്റെ ഒരു നമ്പറിനെ കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിന്റെ തൊട്ട് താഴെയുള്ള 3ാമത്തെ പോയിന്റ്, ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി ടു പ്രിവെന്റ് തെഫ്റ്റ് ആൻഡ് ഓവർ സ്റ്റോക്കിംഗ്. അതായത് ഹോസ്പിറ്റൽസിലെ മരുന്നുകൾ കൊണ്ടൊക്കെ വെക്കുമ്പോൾ അത് ആളുകൾ കട്ടുകൊണ്ട് പോകാനോ അല്ലെങ്കിൽ ഓവർ സ്റ്റോക്കിംഗ് ഇല്ലാതിരിക്കാനോ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രൊസീജിയർ, അതിനെയാണ് നമ്മൾ EOQ, ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് വിളിക്കാം. അപ്പൊ അത് മാർക്ക് ചെയ്തേക്കാം. പിന്നെ അതിന്റെ താഴെ നെക്സ്റ്റ് പേജിലേക്ക് വരുമ്പോൾ ഇൻ കേസ് ഓഫ് എനി ഡൗട്ട് റിഗാർഡിംഗ് സബ് സ്റ്റാൻഡേർഡ് ഡ്രഗ്സ്. സബ് സ്റ്റാൻഡേർഡ് ഡ്രഗ്സ് എന്ന് പറയുമ്പോൾ ക്വാളിറ്റി ഒക്കെ കുറഞ്ഞ ഡ്രഗ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അപ്പൊ അങ്ങനെയുള്ള ഡ്രഗ്സ് ഒക്കെ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് നമ്മൾ പറഞ്ഞു. ഓൺലി ആഫ്റ്റർ ലാബ് ടെസ്റ്റ്. ലാബ് ടെസ്റ്റുകൾക്ക് വിധേയമാക്കി മാത്രമാണ് ഉപയോഗിക്കേണ്ടത്. അത് ഓക്കെ. പിന്നെ EOQ എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ എന്താ പറയാ ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട് EOQന്റെ. Economic order quantity എന്താണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. It's the number of units that the company may add to the inventory in order to minimize the total cost of inventory such as holding cost, order cost and shortage cost. Shortage cost, order cost, holding cost ഒക്കെ കുറയ്ക്കാൻ വേണ്ടി നിലവിലുള്ള ഇൻവെന്ററിയോടൊപ്പം സ്റ്റോക്കിനോടൊപ്പം ഒരു കമ്പനി എത്ര യൂണിറ്റുകൾ ആഡ് ഓൺ ചെയ്യുന്നു അതിനെയാണ് ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ഇനി സ്റ്റോക്ക് ഫാർമസിയിലെ റെക്കോർഡുകൾ, രജിസ്റ്ററുകൾ ഏതൊക്കെയാണ്? അപ്പൊ ആ റെക്കോർഡുകളുടെയും രജിസ്റ്ററുകളുടെയും ഒക്കെ പേരുകൾ നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ സ്റ്റോറേജ് ഓഫ് ഡ്രഗ്സിന്റെ ബേസിസിൽ ഡ്രഗ്സിനെ എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു, അത് ഏതൊക്കെയാണ്, അത് എന്തായാലും ഫുള്ളും പഠിക്കണം. ജനറൽ ഡ്രഗ്സ് ഓരോന്നും ഓരോ പോയിന്റിൽ നിന്നും പഠിക്കാനുണ്ട്. ഓരോ പോയിന്റിൽ നിന്നും ചോദ്യങ്ങൾ കണ്ടിട്ടുണ്ട്. അതേവിടെ വരെ ഇൻഫ്ലേമബിൾ ഡ്രഗ്സ്, എന്താ പറയാ കോൾഡ് സ്റ്റോറേജ് ഡ്രഗ്സ് വരെയുള്ള എല്ലാത്തിനും ഓരോ പോയിന്റ് വൈസിലും നമുക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ട്. മനസ്സിലായോ? സ്റ്റോറേജ് ഓഫ് ഡ്രഗ്സിന്റെ ബേസിസിൽ ക്ലിയർ ആയോ? യെസ്. അടുത്തത് മെഡിക്കേഷൻ പ്രൊസീജിയറിൽ നിങ്ങൾ പഠിക്കേണ്ടത് 1, 2
ആ ഒരു പോയിന്റുകളാണ്. അപ്പൊ 1-2 പോയിന്റ് കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കണം എന്ന് വെച്ചാൽ അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അതായത് ഡോക്ടേഴ്സ് ആണ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്, നഴ്സസ് ആണ് അത് ട്രാൻസ്ക്രൈബ് ചെയ്ത് ഇലക്ട്രോണിക് മെഷീന്റെ ഹെൽപ്പോട് കൂടി ട്രാൻസ്ക്രൈബ് ചെയ്യുന്നത്. അതിനുശേഷം പിന്നീട് അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫ് ഇൻ ദ ഫാർമസി, ഫാർമസിയിലെ അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫ് ഇലക്ട്രോണിക് മെഷീന്റെ സഹായത്തോടെ ആ ഓർഡർ ഫോമിന്, അതായത് ആ മെഡിക്കേഷൻസിന്റെ ഓർഡർ ഫോമിനെ അത് മെഡിക്കേഷൻ ഓർഡറായി പ്രിന്റഡ് ഫോമിലേക്ക് മാറ്റുന്നു. കാരണം ആ പ്രിന്റഡ് ഫോം നോക്കിയിട്ട് വേണം ഫാർമസിയിലെ ഫാർമസിസ്റ്റുകൾക്ക് മരുന്നുകൾ എടുക്കാനായിട്ട്, പേഷ്യൻസിന് കൊടുക്കാൻ വേണ്ടി. അപ്പൊ 1-2 പോയിന്റ്. പിന്നെ ഉള്ളത് നമ്മള് ഒരു പേഷ്യന്റ് ബിഫോർ ഡിസ്ചാർജ് ചെയ്യുന്നതിന് മുമ്പ് ആസ്ക് ഫോർ ദയർ ഇന്റന്റ്, അതായത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് പെട്ടെന്ന് തുടങ്ങി അവർക്ക് കിട്ടിയ ട്രീറ്റ്മെന്റുകളും മറ്റു കാര്യങ്ങളും ഒക്കെ അടങ്ങുന്ന ഒരു ചാർട്ട് വേണമെങ്കിൽ അവർ പോകുന്ന സമയത്ത് ചില പേഷ്യൻസ് ആവശ്യപ്പെട്ടേക്കാം. അങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് പ്രൊവൈഡ് ചെയ്യുന്നതിന് മുമ്പേ വാട്ട് ഓൾ തിങ്സ് ഷുഡ് ബി ചെക്ക്ഡ്, എന്തൊക്കെ കാര്യങ്ങളാണ് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് വെക്കേണ്ടത്. ആ പോയിന്റുകളാണ് ABCDEF വരെയുള്ള പോയിന്റുകൾ. ക്ലിയർ ആയോ? മനസ്സിലായോ? ഓക്കെ. ദെൻ ഫിനാൻസിന്റെ ഭാഗത്ത് എല്ലായിടത്തും ഒരു 5 പോയിന്റ് എഴുതിയുണ്ട്. ഏതൊക്കെയാണ്? പ്രൈമറി സോഴ്സ് ഏതാണെന്നാകാം, അല്ലെങ്കിൽ ഫിനാൻസിനകത്ത് പെടാത്തത് ഏതാണെന്നാകാം, പെട്ടത് ഏതാണെന്നാകാം. ഓക്കെ, അതെല്ലാം എങ്ങനെ വേണമെങ്കിലും വരാം ഫിനാൻസിന്റെ ഭാഗത്ത്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ ആ ഭാഗത്തുനിന്ന് പല ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും നമ്മൾ കണ്ടിട്ടുണ്ട്. Okay, and the last one, problems of pharmacy services. Pharmacy എന്താ പറയാ ഫേസ് ചെയ്യുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ആ പ്രശ്നങ്ങൾ 6 പേര് മാത്രം പഠിച്ചാൽ മതി, വേറെ ഒന്നും വേണ്ട. ഓക്കെ. പിന്നെ ചീഫ് ഫാർമസിസ്റ്റുകളുടെ റോളുകളൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കാം. ചിലപ്പോ താഴെ പറയുന്നത് ചീഫ് ഫാർമസിസ്റ്റിന്റെ റോൾ അല്ലാത്തതെന്നൊക്കെ വേണമെങ്കിൽ ക്വസ്റ്റ്യൻ വരാം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ആ ഒരു പോയിന്റുകൾ ജസ്റ്റ് ഒന്ന് വായിച്ച് ഒരു 3-4-5 പ്രാവശ്യമൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിൽ കയറും അല്ലെ? അപ്പൊ അതനുസരിച്ച് വെക്കാം. ഓക്കെ. ഇനി ഇതിനകത്ത് ഏതെങ്കിലും ഏത് ഭാഗത്തും എന്തെങ്കിലും ഒരു എന്താ പറയാ മനസ്സിലാകുന്നുണ്ടാവും? നമ്മൾ ഓരോ പാരഗ്രാഫോ അല്ലെങ്കിൽ ഓരോ പ്രത്യേക ടോപ്പിക്കോ തീരുമ്പോഴും നമ്മൾ നിർത്തിയിട്ട്, അല്ലെങ്കിൽ ഒരു പേജ് തീരുമ്പോ, അല്ലെങ്കിൽ ഒരു പേജിന്റെ പകുതി തീരുമ്പോ നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇത് മനസ്സിലായോ, ക്ലിയർ ആയോ എന്ന് അല്ലെ? അപ്പൊ നമ്മളിവിടെ കുറെ ആളുകൾ ഇവിടെ എന്താ പറയാ എഴുതി എസ് എന്നും തമ്പിടലും ഒക്കെ പറയുമ്പോ നമ്മളത് കാര്യങ്ങൾ ചെയ്യും. ഒരാളെങ്കിലും അത് ഞങ്ങൾക്ക് ഇന്ന ടോപ്പിക് അല്ലെങ്കിൽ ഇന്ന പോയിന്റ് മനസ്സിലായില്ല ഇത് മിസ് ചെയ്ത് പറയുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും എക്സ്പ്ലെയിൻ വീണ്ടും ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ അതുകൂടി മനസ്സിലാക്കണം കേട്ടാ പറയുന്ന കാര്യങ്ങളില്. ഓക്കെ, നമ്മളിവിടെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന ഞാൻ എന്റെ കാര്യം മാത്രമല്ല ഓരോ ടീച്ചേഴ്സിന്റെ കാര്യത്തിലും നമ്മൾ ഇവിടെ നിങ്ങൾ എന്താ പറയാ ചില ആളുകൾ ഇങ്ങനെ പറയുന്ന പോലെ ഇവിടെ എഴുതി കാണിക്കുമ്പോ അതിന് മറുപടിയായിട്ട് ഇവിടെ ജസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു പോകുന്നുണ്ട്. മനസ്സിലാകാത്ത ക്ലിയർ ആകാത്ത പോർഷൻ. ഇനി ഓരോ പോയിന്റോ അല്ലെങ്കിൽ ഓരോ പ്രത്യേക ടോപ്പിക്കോ കഴിയുമ്പോൾ നമ്മൾ അടുത്ത ഭാഗത്തിലേക്ക് പോകുന്നതിന് മുമ്പ് അതുവരെ മനസ്സിലായോ ക്ലിയർ ആയോ എന്ന് വീണ്ടും ഒത്തിരി പ്രാവശ്യം നമ്മൾ ചോദിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ അതിന് ഉത്തരങ്ങൾ തരുന്നുണ്ട്. യെസ് എന്നും ഞമ്മക്ക് ഇപ്പൊ 1-2 ആളോ അല്ലെങ്കിൽ 3 ആളോ യെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത് വിലക്ക് എടുക്കും. ഒരാളെങ്കിലും അത് ഞങ്ങൾക്ക് ആ ഒരു പോയിന്റ് എനിക്ക് മനസ്സിലായില്ല എന്ന് ഹാൻഡ് റൈസ് ചെയ്ത് പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് തിരിച്ച് വീണ്ടും പറഞ്ഞു തരും. നിങ്ങൾ മനസ്സിലാക്കാതെ പോകരുത്. ഓക്കെ, ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് ഇത്രയും ആളുകൾക്ക് പഠിപ്പിക്കാമെങ്കിൽ ഒരാൾക്ക് ഒരു പോയിന്റ് മനസ്സിലാക്കി കൊടുക്കാൻ ഒരു ബുദ്ധിമുട്ടും നമുക്കില്ല. ഓക്കെ, അത് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, എന്താ ചോദിച്ചത്? ഇൻവെസ്റ്റഡ് എൻഡോമെന്റ് ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ പറഞ്ഞ ഇപ്പൊ ചില കാര്യങ്ങൾക്ക് നമുക്ക് എക്സ്പ്ലനേഷൻ വേണ്ട എന്ന് നിങ്ങൾ പറഞ്ഞാൽ ഞാൻ എങ്ങനെ സമ്മതിക്കും? എനിക്ക് ഇനി അത് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി തരാം? ഇൻവെസ്റ്റഡ് എൻഡോമെന്റ് ഫണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഫണ്ട് എന്ന് പറഞ്ഞാൽ ആളുകൾ വരുന്ന ഫണ്ട് ഹോസ്പിറ്റലിന്റെ പുരോഗമനത്തിന് അല്ലെങ്കിൽ പുതിയ സാങ്കേതിക വിദ്യകളൊക്കെ പുതിയത് പുറത്തുനിന്ന് ചിലപ്പോൾ പുറത്തെ രാജ്യത്തിലുള്ള സാങ്കേതിക വിദ്യയൊക്കെ കൊണ്ടുവന്ന് നമ്മുടെ അടുത്തുള്ള ഹോസ്പിറ്റൽസിലൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത ആ പ്രദേശത്തുള്ള ആളുകൾക്ക് നല്ലതാണ്. ഇതൊക്കെയാണ് എക്സ്ട്രാ പറഞ്ഞ കാര്യം. അതെന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? അങ്ങനെ എൻഡോമെന്റ് ഫണ്ടുകളായിട്ട് പല വിദേശത്തുള്ളവരായിരിക്കാം, ഈ ഹോസ്പിറ്റലുമായിട്ട് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ബന്ധമുള്ളവരായിരിക്കാം. അവർ ഇതൊക്കെ കൈനീട്ടി നമ്മളിപ്പോ നമ്മുടെ ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഒരു സംരംഭം കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഉദാരമായിട്ടൊക്കെ സംഭാവന ചെയ്തോടെ സഹായിക്കണം. കാരണം നമുക്ക് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു ഡെവലപ്മെന്റ് ഒക്കെ നമ്മുടെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുവരുമ്പോൾ നമ്മളെ സംബന്ധിച്ച് ഒരു അഡ്വാൻറ്റേജ് ആണ്. ബിക്കോസ് നമുക്ക് അങ്ങനെയുള്ള എന്തുമായിട്ട് ബന്ധപ്പെട്ട ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നമുക്ക് വേറെ ദൂരേക്കൊന്നും എത്തിപ്പെടണ്ട, നമ്മുടെ അടുത്തുള്ള ആ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം. അപ്പൊ
അപ്പൊ അവിടെ അങ്ങനെ ഒരു സംരംഭം വരുന്നത് നല്ലതാണെന്ന് വിചാരിച്ചിട്ട് അതിന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ആളുകൾ ഫണ്ടുകളായിട്ട് കൊടുത്തു. ആ ഫണ്ടാണ് ഈ എൻഡോമെന്റ് ഫണ്ട്. അങ്ങനെ കൊടുക്കുന്ന ഫണ്ട് ആ ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ, മറ്റു കാര്യത്തിന് ഉപയോഗിക്കരുതെന്ന്. അതിനുവേണ്ടി വാങ്ങിച്ചു ആൾക്കാരെ എന്നൊക്കെ ചോദിച്ചു വാങ്ങിച്ചു. പക്ഷെ അത് മറ്റെന്തെങ്കിലും കാര്യത്തിന് വേണ്ടി ഉപയോഗിച്ചാലോ അത് പറ്റില്ല, അങ്ങനെ പാടില്ല എന്ന്. അതാണ് ആ സെന്റൻസ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ക്ലിയർ ആയോ? ആരാ ചോദിച്ചത്? ചോദിച്ചാൾക്ക് മനസ്സിലായോ എൻഡോമെന്റ് ഫണ്ട് എന്താണ്? ക്ലിയർ? ഓക്കെ. എങ്ങനെ ഇരിക്കുന്നു? ഇത് നമ്മള് എക്സ്പയറി ഡേറ്റ് ഡ്രഗ്സ് ഇവിടെ എവിടെയോ ഞാൻ പറയാം. ഫസ്റ്റ് പേജില് എവിടെയാ മക്കളെ? ഇവിടെ ഫസ്റ്റ് പേജ്. അതെ, ഫസ്റ്റ് പേജില് നമ്മൾ എവിടെ പറഞ്ഞ കാര്യം ഒന്ന് അറിയാമോ? ഇവിടെ എവിടെയാ? ഇവിടെയല്ല, ഫാർമസിയുടെ ബിഗിനിങ്ങിലല്ല നമ്മൾ പറഞ്ഞു. അതായത് നമ്മുടെ ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി ചില തീരുമാനങ്ങളൊക്കെ എടുക്കും. ആ തീരുമാനങ്ങളിൽ അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു. ടു ആഡ് ന്യൂ ഡ്രഗ്സ്, ഡിലീഷൻ ഓഫ് ഓൾഡ് ഡ്രഗ്സ് എന്ന് പറഞ്ഞു. പിന്നെ ടു ഡിസ്പോസ് എക്സ്പയറി ഡ്രഗ്സ്, ഇതൊക്കെ അവിടെ പറഞ്ഞ കാര്യമാണ്. എന്താ നേരത്തെ ഒരാൾ പറഞ്ഞല്ലോ ക്ലാസ്, നമ്മളിപ്പോ ആ ഒരു കാര്യം അങ്ങനെ പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായിരുന്നു. നിലവിൽ ഇപ്പൊ ഡ്രഗ് ഇല്ല. ഇപ്പൊ മനസ്സിലായതോ? നിലവിൽ അങ്ങനെ ഒരു ഡ്രഗ് ഇല്ല. അങ്ങനെ നിലവിൽ ഇല്ലാത്ത ഡ്രഗിനെയാണ് ഔട്ട്ഡേറ്റഡ് ഡ്രഗ്സ് എന്ന് വിളിക്കുക. മനസ്സിലായോ? ചോദിച്ചതാരാ? ഇപ്പൊ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ഡ്രഗുകളെയാണ് നമ്മൾ എക്സ്പയറി ഡ്രഗ്സ് എന്ന് വിളിക്കുക. എന്ന് വെച്ചാൽ ഓരോ സാധനങ്ങളും, ഇപ്പൊ ഡ്രഗ്സ് മാത്രമല്ല, നമ്മൾ പല പാക്കഡ് ആയിട്ടുള്ള ഐറ്റംസ് നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കാറുണ്ട് കടകളിൽ നിന്ന്. അങ്ങനെ വാങ്ങിക്കുന്ന ഐറ്റംസിന്റെ ഒക്കെ എന്താ പറയാ കവറിന്റെ പക്കത്തിൽ നിങ്ങൾ നോക്കിയിട്ടുണ്ടോ, ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. മാനുഫാക്ചറിങ് ഡേറ്റും അതുപോലെ തന്നെ ബെസ്റ്റ് ബിഫോർ ഇത്ര ദിവസത്തിനുള്ളിൽ, ഇത്ര മാസത്തിനുള്ളിൽ, ഇത്ര ഇയറിനുള്ളിൽ യൂസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ ആ ഒരു ഡ്യൂറേഷനിൽ മാത്രമേ ആ സാധനം നമുക്ക് ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പൊ അതിന് മുമ്പ് നമ്മൾ ഉപയോഗിച്ച് തീർത്തിട്ടില്ലെങ്കിൽ അത് വലിച്ചെടുത്ത് തൊടികളയാം. അതുകൊണ്ട് നമ്മുടെ വീടുകളിൽ ബ്രെഡ്, മിൽക്ക്, ഇതിനൊക്കെ ഒരു പ്രത്യേക ദിവസങ്ങളുണ്ട്. അതൊക്കെ വളരെ ചുരുങ്ങിയ ദിവസമുള്ളൂ. അതുപോലെ വേറെയും ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട്. നമ്മുടെ മരുന്നുകള്, നമ്മുടെ ഫാർമസിയിൽ നിന്ന്, പുറത്ത് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്ന മരുന്നുകൾ, എല്ലാത്തിനും എക്സ്പയറി ഡേറ്റ്, അതിന്റെ ഡേറ്റ് എൻഡ് ചെയ്യുന്നത് 2025 ജനുവരി 1 അപ്പോഴേക്കും നമ്മൾ തീർത്തോണം. 2025 ജനുവരി ആവുമ്പോഴേക്കും തീർത്തോണം. അതിന് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ദിവസത്തേക്ക് നമ്മൾ അതിനെ മാറ്റിവെക്കാൻ പാടില്ല. അപ്പൊ അങ്ങനെ ആ ഒരു ഡേറ്റ് ഔട്ട് ആയിട്ടുള്ള ഡ്രഗ്സ് ആണ് എക്സ്പയറി ഡേറ്റ്, എക്സ്പയറി ഡ്രഗ്സ് എന്ന് വിളിക്കാം. ഔട്ട് ഡേറ്റ് എന്ന് പറഞ്ഞാൽ അത്തരം മരുന്നുകൾ ഇല്ല, ഇപ്പൊ നമ്മളുടെ നിലവില് സർക്കുലേഷനിൽ ഇല്ലാന്ന്. അങ്ങനെ ഒരു ഡ്രഗ് ഉപയോഗിക്കുന്നില്ല. അത് പണ്ട് നേരത്തെ ഉണ്ടായിരുന്നെങ്കിലും അതിന് പകരം ഇപ്പൊ ബദലായിട്ട് മറ്റേതെങ്കിലും മരുന്നുകൾ ഇൻസ്റ്റഡ് ആ ഒരു രോഗത്തിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ടാകാം. അതിനെയാണ് നമ്മൾ ഔട്ട്ഡേറ്റഡ് ഡ്രഗ്സ് എന്ന് വിളിക്കാം. ക്ലിയർ ആയോ? മനസ്സിലായി? ഓക്കെ. ഇതൊക്കെയാണ്. ചിലർക്ക് കൂടുതൽ എക്സ്പ്ലനേഷൻ വേണ്ടി വരും, ചിലര് വേണ്ടാന്ന് പറയും. നമ്മൾക്ക് ഇനി നമ്മൾ ഒരു ആവറേജിലേ പോകുള്ളൂ. ഓക്കെ. ഇനി എന്തെങ്കിലും? അപ്പൊ നമ്മളുടെ ഫാർമസി എന്ന് പറയുന്ന ചാപ്റ്റർ തീർന്നു. ഫാർമസിയും അതുപോലെ തന്നെ എടുക്കുന്ന സർവീസ് എടുത്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്ററിലും ഏകദേശം കുറച്ച് എളുപ്പം അല്ലെ? നാളത്തെ കൂടി ടീച്ചർ തീർക്കും. വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇനി വേറെ ചാപ്റ്റേഴ്സ് ഒന്നും ഇല്ലല്ലോ? മിസ്സിംഗ് ആയിട്ടില്ലല്ലോ? പറയൂ, എന്തറിയാം? ആലോചിച്ചിട്ടാണോ? ഉണ്ടോ? ഇല്ല, ഇത്രേ ഉള്ളൂ. ട്രീസമത്തിന്റെ ചെറിയൊരു പോർഷൻ കൂടി ഉള്ളൂ. ഏതോ? ട്രീസമത്തിന്റെ ചെറിയൊരു പോർഷനും കൂടി ഉള്ളൂ. ചെറിയൊരു പോർഷൻ ഉള്ളൂ എന്ന് ട്രീസമിസ് എന്നോട് പറഞ്ഞിരുന്നു. അപ്പൊ അതുകൂടി തീർന്നു കഴിയുമ്പോൾ നിങ്ങളുടെ എല്ലാ പോർഷൻസ്, ഈ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് മൊഡ്യൂളിലുള്ള പോർഷൻസ് ഒക്കെ തീരും. അപ്പൊ അതനുസരിച്ചിട്ട് നിങ്ങൾ എല്ലാ ചാപ്റ്റേഴ്സും, എത്ര ചാപ്റ്റേഴ്സ് ഉണ്ടെന്ന് അറിയോ? രണ്ടേലും കൂടി കൂട്ടി അറിയോ? ഫസ്റ്റും സെക്കൻഡും പേപ്പേഴ്സ് കൂടി എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട് മൊത്തം? 28. 13 + 15 28 ചാപ്റ്റേഴ്സ് ആണുള്ളത്. അപ്പൊ 28 ചാപ്റ്റേഴ്സിനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് തന്നത്, അതുപോലെ തന്നെ നിങ്ങൾക്ക് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് തന്നത്, പ്രത്യേകം നോട്ട് ചെയ്യാൻ പറഞ്ഞത്, അതുപോലെ നോട്ട് നിങ്ങൾ തന്നെ PDF തന്നെയാണ് നിങ്ങളുടെ പരീക്ഷയ്ക്ക് വരുന്നത്. അതിനകത്തൊന്നും തന്നെയാണ് ചിലപ്പോൾ ഒരു പ്രാവശ്യം ഇട്ട പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആയിരിക്കില്ല അടുത്ത പ്രാവശ്യത്തേനകത്ത് വരിക. അത് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് പറയുന്നത് PDF വായിക്കാതെ ആരും തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസോ തന്നിരിക്കുന്ന നോട്ടുകളോ മാത്രം വായിച്ച് പഠിച്ചു നോക്കിയിട്ട് എക്സാമിന് വരരുത്.
അപ്പോ തന്നിരിക്കുന്ന PDF-കൾ കൂടി ഒന്ന് നന്നായിട്ടൊന്ന് വായിച്ച് 1-2 പ്രാവശ്യമൊക്കെ വായിച്ചു വെച്ചിരുന്നാൽ മതി. നിങ്ങൾക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണല്ലോ, എന്തായാലും ആൻസർ ഒക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അത് ബെസ്റ്റ്. നന്നായിട്ട് പരീക്ഷകളൊക്കെ എഴുതാം എല്ലാവരും. എല്ലാവർക്കും നല്ല മാർക്കൊക്കെ കിട്ടാൻ വേണ്ടിട്ട് ഞാനും പ്രാർത്ഥിക്കാം. നന്നായിട്ട് വായിച്ചൊക്കെ നോക്കിയിട്ട് പരീക്ഷ എഴുതാം കേട്ടാ. അപ്പൊ അത് ബെസ്റ്റ്. എന്താണ്? ഓക്കെ ഓക്കെ. പരീക്ഷ എല്ലാവരും എഴുതണേ, ആരും പരീക്ഷ എഴുതാതിരിക്കരുത്.